मौजूद में करना, वो वचन को मनन करना एक खुशी की बात है. ദൈവവചനം കേൾക്കുക വഴി നമ്മുടെ സ്വന്തം ജീവിതത്തെ കൂടുതലായി ചിട്ടപ്പെടുത്തുവാനും പണിയുവാനും പരിശുദ്ധാത്മ നിയോഗം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കും. परमेश्वर के वचन सुनने से हमारे अपने आप की जिंदगी को फिर से एक बार उसको सही करने के लिए, उस पर चलने के लिए हमें मौका मिलते हैं. സ്വർഗത്തിൽ സ്ഥിരപ്പെട്ട വചനത്തെ ഭൂമിയിൽ ഇരുന്ന് കേൾക്കുകയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. जो स्वर्ग में स्थिर किया हुआ उसी वचन को इस पृथ्वी पर भी हम सुन रहा है. ദൈവവചനത്തിന്റെ രൂപവൽക്കരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സംഭവിച്ചതാണ്. वो परमेश्वर की बच्चों का जिंदगी का बदलाव परमेश्वर की आत्मा के द्वारा किया जाता है. ഇന്ന് വേഗം നമ്മൾ തിരുവചനം ധ്യാനിക്കേണ്ടതിന് ചില വാക്യങ്ങളെ വായിച്ച് സഹായിക്കേണ്ടതിന് ഞാൻ അപേക്ഷിക്കുന്നു. आज की मनन करने के लिए कुछ वचन पढ़कर सुनाने के लिए मैं विनती करता हूँ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ആദ്യം വായിക്കണം. मत्ती रचित सुसमाचार 6वां अध्याय उसकी 6वां वचन. ഇനി വായിക്കേണ്ടത് 6:17 ഇനി വായിക്കേണ്ടത് 6:3. വായിച്ചിരിക്കുന്ന ഈ 3 തിരുവചന ഭാഗങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. पढ़ा हुआ ये 3 वचन के लिए मैं प्रभु को धन्यवाद देता हूँ. ഇവിടെ തിരുവചനം നമ്മെ ആഴത്തിൽ പഠിപ്പിക്കുന്ന ഒരു വസ്തുത, यहाँ पर परमेश्वर के वचन गहराई से हमको सीखते हुए एक वचन, ദൈവത്തോടും മനുഷ്യനോടുമുള്ള ബന്ധത്തിൽ 3 വിധ രഹസ്യങ്ങൾ ഉണ്ട് എന്നതാണ്. परमेश्वर और इंसान के बीच में 3 प्रकार की गुप्त बातें हैं. മനുഷ്യൻ സൂക്ഷിക്കേണ്ട 3 വിധ ആത്മീക രഹസ്യം, जो कि इंसान संभालने वाला 3 प्रकार की आत्मिक गुप्त बातें. എന്താണ് ഈ രഹസ്യം അഥവാ മിസ്റ്ററി എന്ന പദത്തിന്റെ അർത്ഥം? ये क्या है ये गुप्त बातें? ഇതിന്റെ അർത്ഥം നമ്മളുടെ നാമോ അതിലധികമോ ആയ ഒരാൾ കൂടി അറിയുന്ന വസ്തുത നമ്മുടെ ഹൃദയത്തിനുള്ളിൽ മാത്രം സൂക്ഷിച്ചു വെക്കുക. अकेले हम या हमारे साथ एक और जो जानते हैं वो हमारे दिल के अंदर हम रखते हैं, वही ये गुप्त बात. അത് അറിയാവുന്ന മറ്റൊരാൾ ദൈവം മാത്രമാണ്. वो जानने वाला दूसरा व्यक्ति परमेश्वर है. രഹസ്യം സൂക്ഷിക്കാനുള്ള ഒരാളുടെ കഴിവാണ് ഒരളവ് വരെ ഇവിടുത്തെ വിജയത്തിന്റെ ലക്ഷണമായി പറഞ്ഞിരിക്കുന്നത്. हमारे विजय के लक्षण यही है, जो गुप्त बातों को संभालने के लिए जिसके अंदर हिम्मत है. രഹസ്യം സൂക്ഷിക്കുന്ന ഒരുവൻ വിശ്വസ്തനാണ്. जो गुप्त बातों को जो संभाल कर रखता है वो विश्वास योग्य है. ഒരുവൻ തന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന രഹസ്യം എത്രനാൾ അവന് സൂക്ഷിക്കാൻ പറ്റുന്നുവോ അത് അവന്റെ ആത്മനിയന്ത്രണത്തിന്റെ കൂടി ഭാഗമാണ്. जो गुप्त बातें जितना साल तक वो संभाल कर रख सकते थे उसकी आत्मा की कंट्रोल में है. നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ സാധിക്കുന്നു, മറിയ ഇതൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. बाइबल में मरिया के बारे में लिखता है, मरिया इन सारे बातें अपने दिल में रखा. സുശക്തമായ ആലോചനകൾ ഗബ്രിയേൽ ദൂതനിലൂടെ മറിയയ്ക്ക് ലഭിച്ചു. അവൾ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. जो गब्रियल के द्वारा जो मरिया को मिला वो बात को उसने अपने हृदय में ही रखा. സാധാരണഗതിയിൽ ഒരു സ്ത്രീക്ക് കഴിയാത്തത് അവൾക്ക് കഴിയും. एक औरत को जो नहीं कर सकता है वो मरिया ने कर दिया. അനവസരത്തിൽ അവൾ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ എന്താകും സ്ഥിതി? यदि ये बातें उसी समय वो सभी को बताए तो क्या होना था? വീട്ടിലുള്ളവർ അവളെ തെറ്റിദ്ധരിക്കും. घर के लोग उनको बदनाम करेंगे. സമൂഹം അവൾക്ക് ഭ്രഷ്ട് കൽപ്പിക്കും. समाज उसको इंकार करेंगे. അയൽ വീടുകളൊക്കെ പറയും അവളോട് കൂടരുതെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. आसपास के लोग बोलेंगे उनके साथ वार्तालाप नहीं करना. അവൾക്ക് മാതാവിന്റെയോ പിതാവിന്റെയോ അരികിൽ പോലും വെളിപ്പെടുത്താൻ കഴിയാത്ത വലിയൊരു രഹസ്യമാണ് ദൂതൻ അവളോട് പറഞ്ഞത്. वो माता और पिता के सामने जो नहीं बता सकते ऐसे गुप्त बातें स्वर्गदूत उसको बताया. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. प्रभु की महिमा जिस पर हो वो धन्य है. കൃപ ലഭിച്ചപ്പോൾ അവൾക്ക് എന്താണ് പറ്റിയത്? जब प्रभु के दया उसके अंदर आया तब क्या हुआ? അവൾക്ക് തന്റെ ഉള്ളിൽ ഒരു രഹസ്യം രൂപപ്പെട്ടു. उसके अंदर एक गुप्त बात प्रकट हो गया. തന്റെ ഉള്ളിൽ ഒരു വിശ്വസ്തത രൂപപ്പെട്ടു. उसके अंदर एक विश्वास योग्य आ गया. തന്റെ ഉള്ളിൽ ഭക്തി രൂപപ്പെട്ടു. उसके अंदर एक भक्ति आ गया. തന്റെ പ്രാർത്ഥനയുടെ ആഴം വർദ്ധിച്ചു. उसकी प्रार्थना की गहराई बढ़ गया. അവളുടെ കൂടുതൽ സമയം ഇപ്പോൾ അറയ്ക്കുള്ളിലാണ്.
अभी ज्यादा समय कमरे के अंदर है, അവളുടെ ഉദരം വളരാൻ തുടങ്ങി. उसकी पेट बढ़ने लगा. യൗവനയുക്തയായ ഒരു സ്ത്രീ അമ്മയാകുന്നതിന്റെ ലക്ഷണങ്ങൾ അവൾ കാട്ടി തുടങ്ങി. एक कुंवारी लड़की एक माँ बनने के लिए जा रहे हैं, उसके लक्षण उसके अंदर आ गया. അവൾ പുറത്തിറങ്ങിയാൽ സമൂഹം അപഹസിക്കും. ये ऐसे हालत में वो बाहर निकले तो समाज उसको निंदा करेगा. അവർക്ക് ഇവൾ പറയുന്നതൊന്നും വിശ്വാസമല്ല. जो कुछ बोलेंगे वो समाज विश्वास नहीं करेंगे. അവൾ പറയും ഇവൾക്ക് തെറ്റുപറ്റി, वो बोलेंगे ये गलत कर दिया, ഇവൾ കൊള്ളരുതാത്തവളാണ്, वो गलत काम करते हैं, ഇവൾ ദുർമാർഗിയാണ്. ये ऐसे गंदा काम में चलते हैं. അതിനെ നേരിടുവാൻ വീട്ടുകാർക്കാവില്ല. तो सामना करने के लिए घर के लोग नहीं कर सकते हैं, കാരണം അവരോട് ആരോടും ദൈവം സംസാരിച്ചില്ല. क्योंकि उन लोगों से कोई किसी से प्रभु बात नहीं किया. അപ്പനോടോ അമ്മയോടോ കർത്താവ് ഇടപെട്ടില്ല. जो बाबा माँ से या बाप से प्रभु ने बात नहीं किया, കൂട്ടുകാരോട് ഇടപെട്ടില്ല. दोस्तों से प्रभु ने बात नहीं किया. ഈ ദൂത് ഇടപെട്ട ഒരാൾ കൂടിയെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാമായിരുന്നു. ये बात समझा हुआ सुना हुआ एक और उनके साथ है तो वहाँ पर बैठ कर प्रार्थना करना था. ഈ ദൂത് ഇടപെട്ട ഒരാൾ ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ത് മാറ്റം വരുമായിരുന്നു. ये बात सुना हुआ एक और व्यक्ति उस घर पर है तो कितना बदलाव उधर आना था. പക്ഷെ ദൈവം ആരെയും അങ്ങനെ എഴുന്നേൽപ്പിച്ചില്ല. वो परमेश्वर ऐसे किसी को खड़ा नहीं करते हैं. ചിലപ്പോൾ നമുക്ക് തോന്നും എന്തുകൊണ്ട് കർത്താവേ ഇങ്ങനെ, हाँ, कई बार हम ऐसे सोचते हैं क्यों परमेश्वर ऐसे हैं, എന്തുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തി, क्यों मुझे अकेला छोड़ दिया, എന്തുകൊണ്ട് എന്റെ അവസ്ഥ അറിയാതെ നീ ഇടപെട്ടു. क्यों मेरी अवस्था को बिना जानकर तू मेरे से काम किया. അത് കൃപയുടെ ഒരു സ്വഭാവമാണ്. दया की एक स्वभाव है കൃപ വേണ്ടവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അത് വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലിയാണ്. जिसके अंदर प्रभु का करना चाहिए. हालेलुया, ये बात को जरूर ध्यान रखना है. അവിശ്വസ്തന് ചെയ്തു നിൽക്കാൻ പറ്റിയൊരു ജോലിയല്ല കൃപയുടെ ശുശ്രൂഷ. अविश्वासी लोगों को ये नहीं कर सकता है ये करना की सेवा. വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്ന ഒരാൾക്ക് പറ്റിയതല്ല ഈ കൃപ ഏറ്റെടുക്കുക എന്നത്. जो मुंह में आते हैं सब कुछ जो बोलने वाला उसको ये नहीं कर सकते हैं. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൃപ കിട്ടും എന്ന് എനിക്ക് അഭിപ്രായമില്ല. यहाँ पर बैठा हुए सभी को ये हालेलुया करना मिलेगा, ये अभिषेक मिलेगा, ये मेरे को नहीं बोल सकते. വളരെ പ്രാർത്ഥിക്കുക വഴി അത് കിട്ടുമെന്ന് എനിക്ക് പറയാനാവില്ല. ये ज्यादा प्रार्थना करने से ये मिलेगा ये भी नहीं बोल सकते. വലിയ വിശുദ്ധ ജീവിതമാണ് കൃപ പ്രാപിക്കാനുള്ള യോഗ്യത എന്ന് എനിക്ക് അഭിപ്രായമില്ല. ज्यादा पवित्रताई में चलना ही ये कृपा पाने का एक तरीका है, मेरे को मालूम नहीं है. ഈ കൃപയെ ഉത്തരവാദിത്തത്തോടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തെളിയിക്കുന്നവനാണ് അവൻ കൃപ നൽകുന്നത്. परमेश्वर की शानली कृपा को विश्वासी योग के साथ जो संभाल के जो चलता है वही ये कर सकते हैं. അനവസരത്തിൽ ഞാനിത് ആരോടും പറയുകയില്ല. गलत समय पर मैं किसी से ये बात नहीं बोलेंगे. അനവസരത്തിൽ ഞാനിത് എവിടെയും പറയുകയില്ല. जो ऐसे मौका पर मैं कहीं पर भी नहीं बोलेंगे. കൃപ എന്നത് എനിക്കെന്തോ കിട്ടി എന്നത് വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ല. जो कृपा जो है मेरे को जो कुछ मिला ये बोलने के लाइसेंस नहीं है. കൃപ എന്നെ എന്താക്കി എന്ന് പറയുകയല്ല നമ്മുടെ ജോലി. जो कृपा मुझे क्या बना दिया वो नहीं बोलने का ये तरीका नहीं है. കൃപ നിമിത്തം എനിക്ക് ഇന്നതൊക്കെ കിട്ടി എന്ന് പുലമ്പുന്നതല്ല സാക്ഷ്യം. वो प्रभु की दया से मेरे को सब कुछ मिला ये बोलने का ये तरीका भी नहीं है. ये കൃപ തന്നവനെ കുറിച്ച് പറയുന്നതാണ് സാക്ഷ്യം. जो जिसने हमारे ऊपर दया किया उसकी बारे में जो बोलते वही है गवाही. കൃപയുടെ കാരണഭൂതനെ സ്തുതിക്കുന്നതാണ് സാക്ഷ്യം. जो हालेलुया जो दया की जो हालेलुया सृष्टि करता है उसको धन्यवाद करना है इसकी काम. ലോകത്താരൊക്കെ എതിർക്കുമ്പോഴും കൃപ തന്നവനിലേക്ക് മാത്രം കട്ടു നിൽക്കുന്നവന്റെ ധൈര്യമാണ് വലുത്. दुनिया में सब लोग हमको छोड़ दे, जो हमारे ऊपर दया किया है उन्हें ऊपर देखे वही हमारे आशीष है. ഈ മറിയ ഒരു ദുർബല സ്ത്രീയാണ്. ये हमारी एक कमजोरी औरत थी. ഒരു കൗമാര പെൺകുട്ടിയാണ്, 20 വയസ്സിൽ താഴെ പ്രായം. 20 साल की नीचे उम्र थे. അടക്കവും ചിട്ടയും ഒതുക്കവുമുള്ളവളായി വീട്ടിൽ കഴിഞ്ഞ ഒരു ഗ്രാമീണ പെൺകുട്ടിയാണ് അവൾ. बहुत शांतिशील अच्छे स्वभाव वाले थे. ദരിദ്ര പശ്ചാത്തലമാണ് അവളുടേത്. कंगाल घर में वो पालन पोषण करते थे. അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. उसकी हालत शादी के लिए मंगनी हो चुके थे. പാലസ്തീനിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞൊരു പെൺകുട്ടി ശിരോവസ്ത്രം ധരിച്ച് വീട്ടിലൂടെ നടക്കാവൂ. पालस्तीन में शादी के लिए मंगनी किया हुआ एक लड़की अरे सिर पर कपड़ा डालकर घर पर ही रहना है. അവൾ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ശിരോവസ്ത്രം കുറെ കൂടി താഴ്ത്തി മുഖം അല്പം മറച്ചിരിക്കണം. घर से बाहर निकलते समय वो कपड़ा का थोड़ा सा घूंघट करना चाहिए. അവൾ വേറൊരുവന്റെ ഉടമസ്ഥതയിൽപ്പെട്ടതാണെന്ന് തെളിയിച്ചുകൊണ്ട് വേണം ഈ ശിരോവസ്ത്രം അവളെ ബോധ്യപ്പെടുന്ന വസ്തുത അതാണ്. उसके मतलब यही है वो किसी का और किसी के लिए उसको मंगनी किया है इसको वो दिखाता है. ശിരോവസ്ത്രം അണിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, ഞാൻ മറ്റൊരാളുടെ സ്വന്തമാണ്, കർത്താവിന്റെ സ്വന്തമാണ്. हम हालेलुया सिर पर चुन्नी डालकर प्रार्थना करते समय हम याद रखना है हम और किसी के लिए हमको मंगनी किया है. നമുക്കൊരു കാന്തനുണ്ട്. हमारे लिए एक हालेलुया एक दुल्हा है. എന്നാൽ ഇവിടെ ഇതാ ഈ മറിയ ഇതൊക്കെ പുലർത്തുന്നു. പക്ഷെ ഒരിക്കൽ ദൂതൻ അവൾക്ക് പ്രത്യക്ഷനായി. एक बार स्वर्गदूत उसको प्रत्यक्ष हुआ. ഈ ദൂതനായിട്ടല്ല പ്രത്യക്ഷനായത്. ये स्वर्गदूत बनकर नहीं आया. ബൈബിളിലെങ്ങും ദൂതൻ പ്രത്യക്ഷനായത് ഒരു പുരുഷനായിട്ടാണ്.
वहाँ में रखकर पुरुष के तौर पर वहाँ पर आए। അതുകൊണ്ടൊക്കെ കണ്ടവർക്ക് മനുഷ്യനാണോ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. वो कई लोग ऐसे सोचा है, हालेलुया, कई लोग ऐसे बताते हैं वो इंसान है। അതായത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അബ്രഹാമിന്റെ വീട്ടിൽ പുരുഷന്മാരെത്തി, ലോത്തിന്റെ വീട്ടിൽ പുരുഷന്മാരെത്തി എന്ന് കാണുന്നുണ്ട്. हम देख सकते हैं अब्राहम के घर पर पुरुष लोग आए, लूत के घर पर भी पुरुष आए। അവരെ കണ്ട് നാട്ടുകാരൻ തെറ്റിദ്ധരിച്ചു, ഇത് പുതിയ ആൾക്കാർ ഇവിടെ വന്നതാണ്. हालेलुया, उसको देखकर हालेलुया आसपास के लोग गलत समझ लिया और कोई बंदे इधर आ गए। അവർ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബുകളോ പറക്കുന്നവരോ ഒന്നുമായിരുന്നില്ല. फंगुड़ाकर फड़ने वाले केरूब नहीं थे। ദൂതൻ മനുഷ്യവേഷമെടുത്ത് വന്നിരിക്കുകയാണ്. अरे स्वर्गदूत मनुष्य वेश धारण कर आए। ഇതാ ഒരു പെൺകുട്ടി, അവൾ വിവാഹ നിശ്ചയം കഴിഞ്ഞു, ശിരോവസ്ത്രം അണിഞ്ഞു, ഒരുവനെ കാത്തിരിക്കുന്നവൾ അരികിൽ ഒരു പുരുഷൻ വന്നിട്ട് പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. एक शादी के लिए मंगनी हुआ एक औरत के पास, एक लड़की के पास एक पुरुष आकर जो कृपा पाया हुआ तू धन्य है। അവൾ തെറ്റിദ്ധരിക്കേണ്ടതാണ്. കാരണം ഒരു ചെറുപ്പക്കാരൻ വന്ന് തന്റെ മുമ്പ് നിൽക്കുന്നു. ഇങ്ങനെ സ്ത്രീകളോട് പരസ്യമായി, വിശേഷിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞവളോട് ഒരു പുരുഷൻ സംസാരിക്കുന്ന പതിവില്ല ഇവിടെ. नहीं होता है क्योंकि एक शादी के लिए मंगनी क्या हुआ, एक औरत के एक लड़की के पास आकर आज एक आदमी आकर इससे बात करना एक अच्छी बात नहीं है. പക്ഷെ അവൾക്ക് എങ്ങനെ മനസ്സിലായി ഇത് ദൈവപുരുഷനാണ്? उनको कैसे पता चला ये स्वर्गदूत है? ഇവൾക്ക് എങ്ങനെ മനസ്സിലായി ഇത് ദൈവാലോചനയാണ്? क्यों इसको कैसे पता ये परमेश्वर का वाणी है? അവനിലൂടെ പുറത്തു വരുന്ന വചനം അവളുടെ ശരീരത്തെ സ്പർശിച്ചു. उनकी मुख से जो बाहर निकला हुआ वचन उसके शरीर पर काम किया. അവളുടെ ശരീരത്തെ സജ്ജമാക്കി ദൂതിച്ചെടുക്കുവാൻ, उस वचन वाणी को पहचानने के लिए, समझने के लिए उसके शरीर को तैयार कर दिया. ആ ദൂത് ഒരു ഭ്രൂണമായി വളർന്നു. वो एक बच्चे के तौर पर वो बढ़ने लगा. എപ്പോൾ ദൂതൻ ആലോചന അറിയിക്കുന്നുവോ അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ താണലോകത്തിലേക്ക് ഇറങ്ങി വരാൻ സ്വർഗത്തിൽ തന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. जब ये स्वर्गदूत ने ये वाणी दिया उसी समय वो स्वर्ग से पुत्र को वो दुनिया में भेजने के लिए परमेश्वर काम शुरू कर दिया. ദൂതഗണങ്ങൾ അത്ഭുതത്തോടെ കാത്തു നിൽക്കുന്നു ഉയരത്തിൽ. स्वर्गदूत खुशी के साथ इंतजार कर रहे हैं ऊपर. ദൂതഗണങ്ങൾ കുനിഞ്ഞു നോക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞു അവിടെ. स्वर्ग से सिर झुकाकर नीचे देख रहा है, अपने पुत्र अपना सिंहासन छोड़ दिया. ആരാധിക്കുന്ന ദൂതഗണങ്ങൾ അവിടെ നിശ്ചലരായി. वो आराधना करने वाला स्वर्गदूत वहां पर शांत हो गया. കെരൂബുകൾ നിശ്ചലരായി. केरूब लोग शांत हो गया. സൂര്യചന്ദ്രാദികൾ അത്ഭുതപ്പെട്ട് കാത്തിരിക്കുകയാണ്. सूर्य चंद्र सब कुछ शांत हो गया. മുഴുവൻ പ്രപഞ്ചവും അത്ഭുതത്തോടെ കാത്തിരിക്കുകയാണ്. सारा प्रपंच देख रहा है. സാത്താൻ ശക്തികൾ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. शैतान की शक्ति डरने लगा. അപവാദിയായ സാത്താൻ വിറയ്ക്കാൻ തുടങ്ങി. अपवाद करने वाला शैतान डरने लगा. ലോകത്തിൽ ഏറ്റവും മഹത്തരമായ സംഭവം നടക്കാൻ പോകും. दुनिया में सबसे महत्वपूर्ण बात होने वाला है. സാത്താൻ ശക്തിയുടെ അടിത്തറ തുറന്നുകൊണ്ടുന്ന തലതെടുക്കുന്ന ദൈവപുത്രൻ മനുഷ്യരും എടുക്കാൻ പോകുന്നു. शैतान के सिर को तोड़ने वाला वो परमेश्वर का पुत्र जन्म लेने वाला है. ആദ്യത്തെ ആദമിന് ഭവിച്ച പരാജയത്തെ എന്നേക്കും പരിഹരിക്കുന്ന ജഗത്തിന്റെ നായകൻ എഴുന്നള്ളാൻ പോകുന്നു. पहले आदम को हुआ वो पराजय को फिर बनाने के लिए एक नया आदम जन्म ले रहा है. പക്ഷെ ഭൂമിയിൽ ഇപ്പോൾ ഒരു ചലനവുമില്ല. हमें पृथ्वी पर कोई അവിടെ ഒരു പെൺകുട്ടി മാത്രം, सिर्फ वहां पर एक लड़की अकेले है. തൊട്ടപ്പുറത്തൊരു ദൂതൻ മാത്രം. वो दूर हमें स्वर्गदूत है. നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാം, हम अकेले इधर होंगे. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ദൈവശബ്ദം കേൾക്കാം. अकेले बैठ के परमेश्वर की वाणी सुनेंगे. ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും സ്വർഗം ഇളകുന്നുണ്ട്. आराधना करते समय प्रार्थना करते स्वर्ग हिलता है. പിശാചുക്കളുടെ അടിത്തറ ഇളകുന്നുണ്ട്. वो शैतान की नींव हिलता है. അവ ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. वो डरते हैं. എന്തോ ചിലത് സംഭവിക്കാൻ പോകുന്നു. कुछ न कुछ होने वाला है. അവ പരിഭ്രാന്തരായി. घबराहट हो गया. പാതാളങ്ങളിൽ അടയ്ക്കപ്പെട്ട പിശാചുക്കൾ ഇളകാൻ തുടങ്ങി. वो अधोलोक में बांधा हुआ शैतान हिलने लगा. പക്ഷേ ഇത്രയും മഹത്തരമായ ഒരു സംഭവം ഏറ്റെടുക്കുവാൻ ഒരു ചെറിയ ഉദരം കാട്ടി, ഒരു ചെറിയ ശരീരം കാട്ടി ഒരു സാധാരണ പെൺകുട്ടി അവിടെ നിൽക്കുന്നു. अरे इस काम को अपनाने के लिए हम अपने पैर में करके एक छोटी लड़की एक कमरे में बैठा है. ഇന്നത്തെ കൃപ 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 ये कृपा परमेश्वर की कृपा. കൃപ ലഭിച്ചവരെ നിനക്ക് വരണം. कृपा पाया हुआ तुम धन्य हो. കർത്താവ് നിന്നോടുകൂടെ. वो परमेश्वर तुम्हारे साथ है. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിലനിൽക്കും. वो परमेश्वर के साथ तुम पर आएंगे. നമുക്കെന്ന് പറയാൻ ലോകം മുഴുവൻ എതിർക്കട്ടെ, പക്ഷേ അണ്ടർ ദ സ്റ്റാർ ഓഫ് ഓൾമൈറ്റി സർവശക്തന്റെ നിഴലിൻ കീഴിലാണ് ഞാൻ പാർക്കുന്നത്. हालेलुया, हालेलुया. सारी दुनिया हमको खिलाफ होता है लेकिन हम परमेश्वर की छाया के नीचे हैं. അപ്പനും അമ്മയും തെറ്റിദ്ധരിക്കട്ടെ, वो हमारे माँ बाप हमको गलत सोच ले. ഉലകം മുഴുവൻ തെറ്റിദ്ധരിക്കട്ടെ, सारे लोग हमको गलत बोले. ഞാൻ ഈ ശിശുവിന് ജന്മം കൊടുക്കും, वे इस बच्चे को जन्म देगा. ഞാൻ അതിനെ കൈകളിലെടുക്കും, वे उसको हाथ में लेगा. ഞാൻ അവനെ ചുംബിക്കും, वे उसको चूमा देगा. ഞാൻ അവനെ വളർത്തും. वे उसको बढ़ाएंगे. ഈ ദുരവച്ചരമാണ് കൃപ. यही है कृपा. പ്രലോഭനങ്ങളുടെ മുമ്പിൽ ഞാൻ പിന്തിരിഞ്ഞോടൂല. वो समस्या के सामने में पीछे नहीं हटेंगे. വച്ചു കിട്ടുന്ന ഒരു നാണയത്തൊട്ടിന്റെ മുമ്പിൽ എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുകയില്ല. वो भाले आगे सामने देखने
मांगने वाला पैसे के सामने मेरे विश्वास को मैं पीछे नहीं करूंगा। ദ്രവിച്ചു പോകുന്ന വസ്ത്രത്തിനും നശിച്ചു പോകുന്ന ആഹാരത്തിന്റെ മുമ്പിൽ ഞാൻ ഇവരെ ത്യജിക്കയില്ല. बढ़ने वाले कपड़े के सामने और खाने के सामने विश्वास को मैं नहीं छोड़ूंगा। നശിക്കുന്ന പദവികളുടെ മുമ്പിൽ ഞാൻ ഇവരെ നിരാകരിക്കയില്ല. और मृत्यु होने वाला भूषण के सामने मैं उसको नहीं छोड़ूंगा। കാരണം ഇവൻ നിസാര വ്യക്തിയല്ല, താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സ്വർഗത്തിന്റെ മഹിമയാണിവൻ. ये एक साधारण व्यक्ति नहीं है, हालेलुया, ये पृथ्वी पर आया हुआ ये परमेश्वर की संतान है। ഇവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, वो अदृश्य परमेश्वर की मूर्ति है। സകല സൃഷ്ടിക്ക് മാർഗജാതൻ. वो सारे सृष्टि की पालता है। വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, वो सारे वो हालेलुया अधिकार, वो सारे राज्य के അവൻ മുഖാന്തരം ഉളവായി. वो सब कुछ उसी के द्वारा पैदा हुआ। ഉലകത്തെ ഉളവാക്കിയവൻ എന്റെ ചെറിയ ഉദരത്തിലേക്ക് ഒഴുകുന്നു. എത്ര ശ്രേഷ്ഠകരമായ കാര്യം! वो संसार को बनाया हुआ परमेश्वर मेरे छोटे पेड़ के अंदर वो ढाले जन्म ले रहा है। അവൻ എന്റെ ഉള്ളത്തിലേക്ക് കടന്നു വരുന്നു. वो मेरे अंदर आ रहा है। അവന്റെ സാന്നിധ്യം എന്നെ മാറ്റിമറിക്കുന്നു. उसकी हालेलुया हजूरी मुझे बुला रहा है। പക്ഷെ കൃപയ്ക്കൊരു മറുവശമുണ്ട്. ഈ कृपा के एक दूसरा साइड भी है। എന്ന് അവൾ കൃപ ആസ്വദിച്ചുവോ അന്ന് അവളുടെ വീട്ടിൽ അവൾ ഒറ്റപ്പെട്ടിരിക്കുക. जब ये कृपा के बारे में उसको पहचान लिया उस समय वो घर पर अकेलेपन में हो गया। സമൂഹം അവളെ പരിഹസിച്ചിരിക്കാം. वो समाज उसको निंदा किया, പക്ഷെ അവൾക്കൊരു ധൈര്യമുണ്ട്. അപ്പോഴും उसी समय भी उसको एक दृढ़ विश्वास है, धैर्य है। ഞാൻ പുരുഷനെ അറിയാത്തവൾ, मैं किसी पुरुष को नहीं जाना, ഞാൻ മറ്റൊരു പുരുഷനുള്ളവൾ, मैं एक दूसरा पुरुष का है। അവന്റെ കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ചു പ്രസവിക്കാനുള്ളവൾ. हाल बच्चों को गर्भवती होकर जन्म देने वाला, പക്ഷെ എന്നെ തന്നെ അവൻ തിരഞ്ഞെടുത്തു. उसने मुझे चुन लिया। എന്റെ കടപ്പാട് അവനോടാണ്. मेरी हाल में सारी बात उन्हीं के साथ है। എന്നെ ബലപ്പെടുത്തിയ വചനം അവൻ തന്നിട്ടുണ്ട്. मुझे दृढ़ किया हुआ एक वचन दिया है। ദൈവത്തെ കൊണ്ട് അസാധ്യമായ വല്ല കാര്യവുമുണ്ടോ? वो परमेश्वर के असाध्य कोई काम है? ദൈവത്തെ കൊണ്ട് അസാധ്യമായ വല്ല കാര്യവുമുണ്ടോ? परमेश्वर का कोई काम असंभव है? അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ പേർ വിളിക്കും. जो नहीं है उसको गिरा देते हैं। അവൻ ഉഗ്രപ്രതാപങ്ങളെ നിലത്തടിക്കും. बड़ा शक्तिशाली को नीचे गिरा देते हैं। അവൻ രാജാക്കന്മാരെ അരക്കച്ചടിക്കും. राजा लोगों को नीचे गिरा देते അവൻ हैं। തനിക്ക് ഇഷ്ടമുള്ളവൻ അധികാരം കൊടുക്കും. उनकी जैसे इच्छा उसको अधिकार देता है। അവന്റെ പ്രവൃത്തി ആത്യന്തികമാണ്. उसके हाल में काम बहुत अच्छा है। അവന്റെ പ്രവൃത്തിക്ക് അതിരിടുവാൻ ആർക്കും സാധിക്കും. उसके काम को सीमा रखने के लिए कोई भी नहीं कर सकते हैं। പക്ഷേ നീ ഇത് സൂക്ഷിച്ചു വെക്കണം. और ये संभाल कर रखना, ആരോടും പറയാൻ പാടില്ല. किसी से नहीं बोलना। പക്ഷെ അവൾ ഒറ്റപ്പെട്ടില്ല. वो अकेलापन में नहीं हुआ। മൈലുകൾക്ക് പുറത്ത് हजारों किलोमीटर के आगे ഒരു പുരുഷൻ അവളെ കാത്തിരിക്കുന്നു. एक बंदा आदमी उसके लिए इंतजार कर रहा है। അവന്റെ കാതിൽ ചില ദുർവർത്തമാനങ്ങൾ ലോകരുവെന്ന് പറഞ്ഞു. उसके कान में कई हरे लोग आकर गलत बातें सुना दिया। തെറ്റിദ്ധാരണ പരത്തുന്ന ചിന്തകൾ കൊണ്ട് അവനും ഒരു മനുഷ്യനല്ലേ. वो भी एक इंसान है। അവൻ ചിന്തിച്ചു, वो सोचने लगा അവളെ ഗൂഢമായി ഉപേക്ഷിക്കണം. वो मैं गुप्त तौर से उसको छोड़ देंगे। അത് മറ്റൊരു രഹസ്യം. वो दूसरे एक गुप्त बात है। അവൾ എങ്ങനെങ്കിലും ജീവിച്ചു കൊള്ളട്ടെ. वो कैसे भी जीने दो। ചിലപ്പോഴൊക്കെ അവൻ രാത്രി കിടക്കുമ്പോൾ ഓർക്കും, वो रात के समय सोते समय वो देखते हैं, सोते हैं। അവൾ അവിശ്വസ്തയല്ല, പാവമാണ്. वो अच्छा है, वो हालेलुया शांतशील है। പക്ഷെ ഞാനും ഒരു മനുഷ്യനല്ലേ. मैं भी एक इंसान है। ലോകം എന്നെ പരിഹസിക്കില്ലേ. लोग मुझे निंदा करेंगे। പക്ഷെ അറിയണം യോസഫേ, हे यूसुफ, നിനക്ക് എന്തെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ आपको कुछ आदर है तो അത് യേശു തന്നതാണ്. वो यीशु ने दिया है। നിനക്ക് എന്തെങ്കിലും അംഗീകാരം ലോകം തന്നെങ്കിൽ वो जो कुछ अधिकार तूने तुझको दिया तो അത് യേശു തന്ന वो ദാനമാണ്. यीशु आपको दान दिया है। ഉലകം മുഴുവൻ നീ അറിയപ്പെടുന്നത് യേശുവിന്റെ നാമത്തിലാണ്. वो पूरी दुनिया में यीशु के नाम से जाना जाता है। അച്ഛന്റെ മകൻ അവനെ പരിഹസിക്കുമ്പോൾ അത് നിനക്ക് കിട്ടിയ മാന്യതയാണ്. हालेलुया, हालेलुया, बेटा कराने के लिए वो प्रभु ने आदर दिया। ഇത്തരം മഹത്തരമായ ഒരു തലമാണ് കൃപയ്ക്കുള്ളതെങ്കിൽ वो इतना ये जो पोजीशन है कृपा के लिए तो കൃപ ഇന്ന് മന്നെ മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കട്ടെ. കൃപ നമ്മെ മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് इस എത്തിക്കട്ടെ. कृपा हम एक दूसरी एक जगह पर थल पर ले चले। ഇവൾ ഇത് സൂക്ഷിച്ചു. അവളുടെ വിവാഹ സമയം വരെ സൂക്ഷിച്ചു. ये अपने शादी की समय तक उसने ये गुप्त बातें संभाली। അകലങ്ങളിൽ കാത്തിരിക്കുന്ന യോസഫിനോട് തമ്പുരാൻ പറഞ്ഞു, അവളെ ചേർത്ത് കൊള്ളണം. दूर बैठा हुआ यूसुफ से परमेश्वर क्या करे कहा, അവളെ उसको ഉപേക്ഷിക്കാൻ പാടില്ല. बना लेना, അവളെ ഉപേക്ഷിക്കാൻ പാടില്ല. उसको छोड़ना नहीं। തമ്പുരാൻ പറഞ്ഞതാ. परमेश्वर एक बात बोले तो बोल दिया। അതിന്റെ അർത്ഥം എന്താ? उसका मतलब क्या है? മറിയ ദുഃഖിച്ചു, എന്നെ അറിയുന്ന ആരുമില്ല. मरिया दुखी में रहा, कोई मुझे नहीं जानते। പക്ഷെ അറിയുന്നൊരു യോസഫിനെ അധികം അപ്പുറത്ത് ഉയർത്തി. समझने वाले को यूसुफ को दूर प्रभु ने तैयार किया। അധികം പേർ നമ്മെ അറിയണമെന്നില്ല.
सब लोग हमको जानना जरूरी नहीं है, അധികം പേര് നമ്മുടെ അവസ്ഥ അറിയണമെന്നില്ല. सब लोग हमारे जरूरत को जानना जरूरी नहीं है, പക്ഷെ അറിയിക്കേണ്ടവരെ അവൻ അറിയിച്ചുകൊണ്ടിരിക്കും. वो जिसको जानना है उसको प्रभु याद दिलाते हैं. അവൻ ആ മണ്ഡലങ്ങളിൽ അസ്വസ്ഥത കൊടുത്തുകൊണ്ടിരിക്കും. उस जहाँ पे प्रभु उसको घबराहट डालते हैं. യോസേഫിനെ ലോകം മുഴുവൻ മറന്നപ്പോൾ यूसुफ का दुनिया सारे छोड़ दिया, ദൈവം ഫറവോന്റെ ഹൃദയത്തെ ഉണർത്തി. वो परमेश्वर फरवो के हृदय को जगा दिया, അവൻ അസ്വസ്ഥത കൊടുത്തു. वो फरवो का घबराहट डाल दिया. യോസേഫ് ജയിലറിൽ നിന്ന് പ്രാർത്ഥിച്ച് അസ്വസ്ഥനാകുന്നു. जेल के अंदर बैठकर प्रार्थना कर कर हाल परेशान में है, എന്റെ വിടുതലിന്റെ വഴികൾ മുഴുവൻ അടഞ്ഞു. वो मेरी छुटकारे के रास्ता सारे बंद हो गया, എനിക്കിനി മുന്നേറാൻ വഴികളില്ല. वो मेरे को भी आगे जाने के लिए रास्ता नहीं ഈ है, ജയിലാണ് എന്റെ ജീവിതം. जेल है मेरा जिंदगी, ഈ ഇരുട്ടാണ് എന്റെ ചുറ്റുപാട്. ये अंधेरा है मेरे आसपास. എന്നും കേൾക്കുന്ന ജയിലധികാരികളുടെ ചീത്തവിളിയാണ് ഞാൻ കേൾക്കുന്ന ശബ്ദം. वो रोज में जो हाल उन लोगों की गालियां सुनते हैं, പക്ഷെ അപ്പുറത്തൊരുവന് ദൈവം അസ്വസ്ഥത കൊടുത്തു. അമ്മ लेकिन दूसरे के जहाँ पर किसी को प्रभु ने घबराहट डाल അത് दी, രാജ്യം ഭരിക്കുന്ന രാജാവാണ്. वो राज्य करने वाला राजा है, അവന്റെ അസ്വസ്ഥത ഒരു വിടുതലിലേക്ക് അവനെ കൊണ്ടെത്തിച്ചു. वो उसकी घबराहट के छुटकारे के लिए लेकर चले गया. ചില മണ്ഡലങ്ങളിലെ അസ്വസ്ഥത വലിയ വിടുതലിന് ദൈവം കാരണം, वो कई जगह पर जो घबराहट कई छुटकारे के लिए लेकर जाएगा, വലിയ മാറ്റത്തിന് കാരണമാക്കും. वो तो घबराहट के लिए ले जाएगा. അസ്വസ്ഥരായ ആരെന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. वो हालेलुया, ऐसे कारण के साथ कोई परमेश्वर वाले सुनता है, അതൊരു കുറവല്ല. वो एक कमजोरी नहीं है. വേദനയോട് ആര് വചനം ശ്രദ്ധിക്കുന്നുവോ वो दर्द के साथ जो कोई वचन सुन रहा है, അതൊരു പരിമിതിയല്ല. वो एक हसीमा नहीं है. അസ്വസ്ഥതയും വേദനകളെയും നടുവിൽ ആര് പ്രാർത്ഥിക്കുന്നുവോ वो परेशानी वो दर्द के साथ हम प्रार्थना करते हैं, അതൊന്നും ഒരു അപാകതയല്ല. वो हमारे कोई कमजोरी नहीं है. ഒരു വലിയ വിടുതൽ നമ്മളെ കാത്തിരിക്കുന്നു. वो जो बड़ा है कि छुटकारा आपके लिए इंतजार कर रहा ഒരു है, വലിയ ആശ്വാസം കാത്തിരിക്കുന്നു. वो कमजोरी का श्वास हमारे लिए इंतजार कर ആർക്കും रहा है. തരാൻ കഴിയാത്തൊരു ആശ്വാസം അവൻ കരുതി വെച്ചിരിക്കുന്നു. वो कोई भी नहीं दे सकता, ऐसे शांति हमारे लिए हो देगा. പക്ഷെ ഒരു രഹസ്യകാലം അവൻ കരുതി വെച്ചിട്ടുണ്ട്. वो एक गुप्त समय वो इंतजार करके रखा है. ദർശനങ്ങൾക്ക് അവധി വെച്ചൊരു കാലം അവൻ സൂക്ഷിച്ചു वो വെച്ചിട്ടുണ്ട്. दर्शन के लिए समय रखा गया है. ആ കാലത്ത് നമ്മൾ വാചാലരാകാൻ പാടില്ല. उसी समय हम बात करने वाले नहीं बनते. സന്തോഷമുണ്ടോ ദൈവങ്ങൾക്ക്? सबको खुशी है. ഒന്നുകൂടി അതൊന്ന് ഞാൻ വ്യക്തമാക്കാം. एक बार फिर से मैं आपको सुना 3 രഹസ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 3 गुप्त बातों के बारे में हम सुन रहे हैं. ചില ആളുകൾ അത് എത്ര കൊണ്ട് ഉൾക്കൊള്ളും എന്ന് എനിക്കറിയില്ല. ये बातें कितने लोग समझेंगे ये भी मेरे को मालूम नहीं है. കർത്താവ് ജീവിതത്തിൽ രോഗശാന്തി കൊടുത്ത അനവധി ആളുകൾ ബൈബിളിലുണ്ട്. प्रभु ने जीवन में चंगाई दिया हुआ बहुत सारे व्यक्तियों के बारे में बाइबल में लिखा है. ഏറ്റവും വ്യത്യസ്തതയുള്ള രോഗശാന്തികൾ യേശു നൽകി. बहुत अलग अलग तरीका से प्रभु ने चंगाई किया. അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ആ കളിമണ്ണ് കുഴച്ചൊരുവന്റെ കണ്ണിൽ തേച്ചു. वो जमीन में धूक कर उसको हालेलुया मिट्टी बनाकर उसको गिला कर इंसान की आंख में लगा दिया. നീ ശിലഹോംകുളത്തിൽ പോയി കണ്ണ് കഴുകുക, അവൻ ശുദ്ധനായി കാഴ്ച വന്നു. वो शिलों कुंड में जाकर मुंह धो के आ तू शुद्ध हो जाएगा. അവൻ കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തി. जो कोड़ी की बीमारी को छूकर चंगा किया. രക്തസ്രവക്കാരി അവനെ തൊട്ടപ്പോൾ സുഖപ്പെട്ടു. जो हालेलुया खून बहाने वाला बीमार वाला वो यीशु मसीह को छूकर चंगा पाया. അവൻ പിറവിക്കുള്ളനെ സുഖപ്പെടുത്തി. जन्म से अंधे वालों को चंगा किया. അവൻ ഗദരദേശത്ത് പാർത്ത ഭൂതഗ്രസ്തനെ വിടുവിച്ചു. गदरिन देश में जो रहते हुए वो दुष्टात्मा हालेलुया से भरा हुआ बंदा को चंगा किया. ആയിരങ്ങൾക്ക് അവൻ അപ്പം കൊടുത്തു. हजारों लोगों को खाना किया. വ്യക്തിപരമായി അനേകർക്ക് ആശ്വാസം കൊടുത്തു. व्यक्तिगत तौर पर बहुत सारे लोगों को चंगा किया. അനേകർക്ക് അവൻ ആഹാരം നൽകി. बहुत सारे लोगों को खाना खिलाया. അനേകരെ അവൻ സൗഖ്യമാക്കി. बहुत सारे लोगों को चंगा किया. സകലരോടും അവൻ ഒന്ന് പറഞ്ഞു. सभी के साथ एक बात कहा. എല്ലാവരോടും പറഞ്ഞ കാര്യം ഇതാണ്, നിനക്ക് കിട്ടിയ സൗഖ്യം ആരോടും പറയുന്നത്. इन सारे लोगों से एक बात कहा, जो तुझको दिया हुआ चंगाई के बारे में किसी को नहीं बताना. എന്താ ഇതിന്റെ അർത്ഥം? इसके मतलब क्या है? നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുമോ? इस बात आपको अपना सकते हैं? അങ്ങനെ ചെയ്താൽ നമുക്ക് പിന്നെ സഭായത്തിൽ സാക്ഷ്യമുണ്ടോ? ऐसा किए तो हमको कलीसिया में हमको गवाही के लिए समय मिलेगा. കൺവെൻഷന് സാക്ഷ്യമുണ്ടോ? कन्वेंशन के समय पर गवाही है. യോഗങ്ങളിൽ സാക്ഷ്യമുണ്ടോ? ऐसे मीटिंगों में गवाही मिलेगा. പത്രങ്ങളിൽ മുഴുവൻ കാണുന്നതല്ലേ? अखबार में सारे हुई है. എനിക്ക് തൈറോയ്ഡ് ആയിരുന്നു, അതവൻ മാറ്റി. थायराइड था, प्रभु ने चंगा किया. കാൻസർ ആയിരുന്നു, അതവൻ മാറ്റി. मेरे को कैंसर था, प्रभु ने चंगा किया. ഞാൻ പോയി പ്രാർത്ഥിച്ചു, അവന്റെ കാൻസർ മാറി. वो मैं जाकर प्रार्थना किया, उसका कैंसर चंगा हो गया. ഞാൻ അവിടെ ചെന്നു, ശവത്തെ ഉയർപ്പിച്ചു. मैं वहां पर चले गया, वो लाश जिंदा हो गया. പക്ഷേ യേശു പറഞ്ഞു, ആരോടും പറയരുത്. यीशु ने कहा ये बात किसी को नहीं बोलना. നിങ്ങളുടെ എല്ലാ സന്തോഷം പോയി. सभी का खुशी चले गया. യേശു പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. यीशु ने बताई वो बात ही मैं बोल रहा है. തെറ്റുപറ്റാത്ത യേശു തന്റെ അധരങ്ങൾ കൊണ്ട് മൊഴിഞ്ഞ തങ്കമൊഴികളാണ് ഞാൻ ആവർത്തിച്ചത്. जिसको गलती नहीं हो सकते वो यीशु अपने मुख से हालेलुया बताया हुआ बात ही मैं बोल रहा है.
ആരോടും പറയരുത്. किसी से मत बोल. അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. ഇന്ന് യേശു പറയാണ്, ഞാൻ നിനക്ക് സൗഖ്യം തരാം, ആരോടും പറയരുത്. आज यीशु बोलता है मैं आपको चंगाई देंगे, किसी को नहीं बोलना. പാസ്റ്റർമാരും വിശ്വാസികളും ഒക്കെ പറയും, നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കണം. पास्टर और विश्वासी लोगों में आप सभी को बोलना है मैंने आपको चंगाई दिया है. इब्रान पास से प्रार्थना करके आपको चंगा मिला. ഒരിക്കലൊരു സഭയിലൊരു സഹോദരി സാക്ഷി പറയാൻ എണീറ്റു. एक बार एक कलीसिया में एक बहन गवाही बोलने के लिए खड़े हो गया. അവൾ പറഞ്ഞു, ഒരാഴ്ച ഞാൻ പനിച്ചു വിറച്ചു കിടന്നു, യേശു എന്നെ തൊട്ടു, എന്നെ സുഖപ്പെടുത്തി. मैंने एक हफ्ते मैंने बुखार से बहुत घबराहट में थे, प्रभु यीशु मसीह ने मुझे छुआ, मैं चंगा हो गया. അപ്പൊ അവിടുത്തെ പാസ്റ്റർ എണീറ്റിട്ട് പറഞ്ഞു, സഹോദരി നന്ദിയോട് പറയുന്ന നല്ല സാക്ഷ്യം, വൃത്തിയായിട്ട് സാക്ഷി പറയാൻ പറഞ്ഞു. प्रेज़ द लॉर्ड. उसी समय वो पास्टर जी ने खड़े होकर उनको डांटा, बोला प्रभु ने उसको जो पास्टर जी ने प्रभु ने उसको चंगाई नहीं दिया, पास्टर जी ने जाकर प्रार्थना करके उसको चंगाई किया, ऐसे बोलना चाहिए. വീണ്ടും അവള് പറഞ്ഞു, യേശു എന്നെ തൊട്ടു, ഞാൻ സുഖപ്പെട്ടു, ഞാൻ യേശുവോട് നന്ദിയുള്ളവളായിരിക്കുന്നു. हालेलुया. फिर से उसने बोला यीशु मुझे छुआ, मैं यीशु के साथ धन्यवाद करता हूँ. പാസ്റ്റർ വീണ്ടും പറഞ്ഞു, അങ്ങനെയല്ല, നന്ദിയോട് പറയില്ലെന്ന്. वो पास्टर जी बोलना अब ऐसे बात नहीं बोलना. അപ്പൊ അവള് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ സുഖമില്ലാതെ കിടന്നു, പാസ്റ്ററിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ സുഖപ്പെട്ടു എന്ന് പറഞ്ഞു. थोड़ी देर के बाद वो थोड़ा सोचने के बाद वो उसने बोला पास्टर जी ने मैं बीमार में थे, पास्टर जी ने आकर प्रार्थना किया, मैं चंगा हो गया, ऐसे गवाही दिया. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഈ സഹോദരി കൊടുത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. तब पास्टर जी ने बोला इस बहन के लिए हम प्रभु को धन्यवाद करें. നമ്മൾ മഹത്വം അന്വേഷിക്കും ചിലപ്പോഴൊക്കെ. हम सारे महिमा ढूंढते हैं. യേശു പറഞ്ഞു, ആരോടും പറയില്ല. यीशु ने कहा किसी को नहीं बोलना, ആരോടും പറയരുത്. किसी को नहीं बोलना. നമുക്ക് ഇന്ന് മുതൽ തീരുമാനിക്കണം, യേശു എനിക്ക് തന്ന പലതുകൊണ്ട് ഞാൻ ആരോടും പറയുന്നില്ല. आज हम ऐसे निर्णय लेना, यीशु ने मुझको दिया हुआ बहुत सारे चीजें हैं, ये मैं किसी को नहीं बताऊंगा. അപ്പൊ ബൈബിൾ വാക്യമില്ലേ, സകല ഭൂവാസികളുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. सारे दुनिया के लोगों आकर सुनो, उसने मेरे प्राण के लिए जो कुछ किया है. അത് തീർച്ചയായിട്ടും പറയണം. ऐसे ये बातें जरूर बोलना है. അവൻ എന്റെ പ്രാണനെ വീണ്ടെടുത്തു, രക്ഷ. उसने मेरे प्राण को छुड़ा लिया. അത് രഹസ്യമാക്കൽ ലോകത്തോട് മുഴുവൻ പറയണം. वो हमारा उद्धार है, वो सारे दुनिया को बोलना है. നമ്മൾ 4, 5, 8, 10 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറിൽ എഴുതി വെക്കും, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. 5 लाख का लेकिन 10 लाख वाला एक गाड़ी में कार में हम लिखकर रखते हैं, ये प्रभु की दान है. അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. यही है सबसे बड़ा गिफ्ट. അതിലും വലിയൊരു ഗിഫ്റ്റ് അവൻ നമുക്ക് തന്ന രക്ഷയാണ്. उसी से बड़ा एक दान प्रभु ने हमको दिया है, हमारी उद्धार. ആ രക്ഷയെക്കുറിച്ച് ആവോളം പറഞ്ഞുകൊണ്ടിരിക്കണം. उस उद्धार के बारे में जितना बोल सकते हैं बोलते रहो. അവസാന ശ്വാസത്തിലും ആ രക്ഷയെക്കുറിച്ച് പറയാൻ ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കണം. आखिरी श्वास तक उस उद्धार के बारे में बोलने के लिए प्रभु मुझे मदद करे, ऐसे प्रार्थना करना है. അവസാനം പറയേണ്ടത് വെള്ളം എന്നല്ല, യേശു എന്നെ നിത്യതയിലേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞ് മരിക്കാൻ ഭാഗ്യം തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. आखिरी समय पर मेरे को पानी दे ऐसे बोलने के लिए नहीं, प्रभु ने मुझको ये उद्धार दिया है, हालेलुया, ये बोलना है. എന്നിട്ട് യേശു എന്തിനാ ഈ രോഗശാന്തി കൊടുത്തിട്ട് ആൾക്കാരോട് പറയരുതെന്ന് പറഞ്ഞു? प्रभु क्यों उसको लोगों को चंगाई देने के बाद ये किसी को नहीं बोलना बोला? അതിനൊരു കാരണം കാണുമല്ലോ. उसमें के लिए भी एक कारण होगा. നമുക്ക് കാരണം വഴി ഒന്ന് പോകാൻ സന്തോഷമാണെങ്കിൽ हम ये कारण की तरफ हम जाएंगे, നിങ്ങളുടെ സന്തോഷം എല്ലാം പോയി. अब लोगों का सारा खुशी उड़ गया. കാരണം ട്യൂമർ മാറിയവര്, കാല് ശരിയായി വന്നവര്, തലവേദന മാറിയവര് ഒക്കെയാണ് പെന്തക്കോസ്ത പള്ളി വരുന്നത്. आजकल पेंटेकोस्टल चर्च में आता है जिसका ट्यूमर चले गया, सिर तो पैर सही हो गया, सिर दर्द दूर हो गया, ऐसे लोग चर्च में आते हैं. പിന്നെ അവര് വേറൊരു തലവേദനയായിട്ട് അങ്ങ് മാറുകയാണ്. फिर अब दूसरे के सिर दर्द बन जाता है. സാക്ഷി പറയുന്നത് തെറ്റാന്ന് എനിക്ക് അഭിപ്രായമില്ല. गवाही बने वो गलत मेरे का सोच नहीं है. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇത് ആരോടും പറയരുത്. प्रभु ने बोला ये बात किसी को नहीं बोला. 2 പേരോട് മാത്രം പറഞ്ഞു പറയണം. 2 लोगों से प्रभु ने बोला ये जाकर बताना है. ഒന്ന് പിറവി കുരുടനോട് പറഞ്ഞു, ചെന്ന് നിന്നെ തന്നെ അമ്മയപ്പന്മാർക്ക് പരിചയപ്പെടുത്തണം, കാണിച്ചു കൊടുക്കണം. और जन्म से जो अंधे हैं उनको बोला तू जाकर तेरा माँ बाप को अपने आप को दिखा कर आ जा. നാട്ടുകാർക്കും കാണിച്ചു കൊടുക്കണം. वो आपके आसपास के लोगों को भी दिखा ले, കാരണം കുറച്ചു നാളായി അവന്റെ അടുത്ത് കളിപ്പിൽ തുടങ്ങിയിട്ട്. क्योंकि बहुत साल से उसको धोखा दे रहे. കാണത്തില്ലെന്ന് പറഞ്ഞ് അവന് കൊടുക്കുന്ന എല്ലാം മോശപ്പെട്ട സാധനമാണ്. जो उसको नहीं दिख रहा है इसीलिए उसको जो कुछ देता है गंदा चीज देते हैं. അവന് നാട്ടിലെ ഏറ്റവും കൊള്ളരുതാത്തൊരു പെണ്ണിനെ കല്യാണം ആലോചിച്ചൊക്കെ കാണത്തില്ലല്ലോ, പിന്നെ അവള് क्योंकि उसको दिखाई नहीं देता है, इसलिए उधर की सबसे बेकार एक लड़की को उसके लिए शादी के लिए
ढूंढा। അവന് വീതം വെച്ചു കൊടുത്ത സ്ഥലം മുഴുവൻ പൊട്ടപ്പറമ്പ്, അങ്ങോട്ട് പാമ്പിനും കയറാൻ വയ്യാത്തിട്ടതാ. Praise the Lord, जो उसके लिए जो हिस्सा देने के लिए जगह हुआ जमीन, उधर सांप भी नहीं जाते हैं, ऐसे गंदे जमीन है। അവൻ ആകെ അവഗണിക്കപ്പെട്ടവനാ. बहुत ऐसे पीछे चले गए उसको। ഇനി മുതൽ കളി നടക്കില്ല, കാണാന്നവര് കാണട്ടെ. ये काम नहीं चलेगा, लोग देखने दो। നിന്നെ തന്നെ വീട്ടിൽ കൊണ്ട് കാണിക്കണം. आप अपने आप को घर पर जाकर दिखा दे। സുഖപ്പെട്ട കുഷ്ഠരോഗിയോട് കർത്താവ് പറഞ്ഞു നിന്നെ തന്നെ പുരോഹിതന് കാണിക്കാം. चंगाई पाया हुआ कोड़ी बीमारी वालों को प्रभु ने बोला तू जाकर महायाजक को दिखा कर आ जा। അതിന്റെ അർത്ഥം ആലയത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, അംഗഹീനനായ യാതൊരുത്തനും യഹോവയുടെ ആലയത്തിൽ അടുത്ത് വരരുത്. उसके मतलब है परमेश्वर के मंदिर के सामने ऐसे लिखा रखा है, जो अंगहीन लोग मंदिर के अंदर नहीं आना चाहिए। പകർച്ചവ്യാധികളുള്ളവന് പ്രവേശനമില്ല. जो फैलने वाला बीमारी वाला इसकी मंदिर के अंदर नहीं आना चाहिए। പക്ഷെ പുരോഹിതന് ബോധ്യം വരട്ടെ, എനിക്ക് നാളെ മുതൽ വരാം, അതിനവനെ കാണിക്കണം. वो महायाजक को ये याद दिलाने के लिए कल ये बीमारी मेरे को भी आ सकता है, इसलिए उसको दिखाने के लिए चले गया। ബാക്കി സകല ആളോട് യേശു പറഞ്ഞു ഈ കാര്യം ആരോടും പറയരുത്. बाकी सब लोगों से यीशु ने बोला इस बात किसी को नहीं बताना। പക്ഷെ അവരോ അധികം ഉച്ചത്തിൽ പറഞ്ഞു നടന്നു, അത് മറ്റൊരു വസ്തുത. लेकिन उन लोग इस बात को बहुत ऊंचे ऊंचे शब्दों से बहुत सारे लोगों से बोलते रहा। അങ്ങനെയുള്ള അഹങ്കാരികൾ ഇപ്പോഴും ഉണ്ട്. ऐसे जो अहंकार करने वाले आज भी है। യേശു പറയും ആരോടും പറയരുത്. यीशु ने कहते हैं किसी को नहीं बोलना। ഞാൻ പറയും ഞാൻ എല്ലാവരോടും പറയും. हाँ, मैं बोलता हूँ मैं सभी को बताऊंगा। എന്തിനേശു വിലക്കി? यीशु क्यों उसको मना किया, അതിന്റെ കാരണത്തിലേക്ക് വരാം. इसके कारण में हम आएंगे। ചെറിയൊരു ഉദാഹരണം. छोटा सा एक उदाहरण। എന്റെ മകൻ എന്റെ അരികിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അവന് എക്സ്കർഷന് പോകണം, 1000 രൂപ വേണം. पास्टर जी का बेटा पिछले हफ्ते पास्टर जी से बोला मेरे को टूर जाना है, पिकनिक में जाना है, मेरे को 1000 रुपये चाहिए। കുഴപ്പമില്ല, അവനോട് ചെറിയ കാര്യമല്ലേ ചോദിച്ചത്, ഒരു പെണ്ണിനെ കെട്ടിച്ചേരാനൊന്നും പറഞ്ഞില്ലല്ലോ. और छोटी सी बात उसने पूछा, एक लड़की को शादी करवा के देने के लिए मेरे से नहीं मांगा। ആട്ടെ തന്നേക്കാം. हाँ, मैंने बोला उसको देंगे। അവൻ അത് കഴിഞ്ഞ് അത് കിട്ടുമെന്ന് അറിഞ്ഞ പറഞ്ഞു എനിക്കതിന് പോകാൻ വേണ്ടി ഒരു ബാൻഡ് വേണം. उसको पता चल गया ये पापा ने मेरे को 1000 रुपये देंगे, इसको पता चल गया। उसको ये बोला मेरे को जाने के लिए एक पैंट भी चाहिए। അത് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം വേറൊന്നും കൂടി പറഞ്ഞു. वो मैंने हाँ किया, वो तब दूसरे दिन उसने बोला एक दूसरे की चीज मेरे को चाहिए। അവൻ ആവശ്യമുള്ളതും എനിക്ക് ആവശ്യമെന്ന് അവൻ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. जो उनकी जरूरत है उनको मेरे को पहचानते हैं, मेरे को समझ आता है, वो सब कुछ मैं देते भी है। കാണുന്നവർക്കറിയാം അതൊക്കെ ഞാൻ മേടിച്ചു കൊടുത്താ. और जो सभी को पता है ये मैंने लाकर दिया है। അവൻ പിറ്റേന്ന് സ്കൂൾ നിൽക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കുക, സങ്കല്പമാണ്. एक सोच है। ഞാൻ ഈ സ്കൂളിൽ ഒന്ന് ചെന്നു. मैं इसके बाद मैं स्कूल में चले गया। എന്നെ ചൂണ്ടിക്കാട്ടി ഇവൻ കൂട്ടുകാരൻ പറയാ അണ്ടാ വരുന്ന മെലിഞ്ഞ മനുഷ്യനെ കണ്ടോ. और उसी ने अपने दोस्तों को उंगली उठाकर दिखाया, जो वो पतला से जो आदमी आते तुम देखा। പുള്ളിക്കാരനാണ് എനിക്ക് എക്സ്കർഷന് പോകാൻ പൈസ തന്നത്. वही बंदा है जो मेरे के जो टूर जाने के लिए पैसे दिए। പുള്ളിയാണ് എനിക്ക് പാൻറ് മേടിച്ചു തന്നെ. वो उसी बंदा है जो मेरे को पैंट दिया। ഞാൻ കാണാൻ തുടങ്ങിയ കാലം ഒരു പുള്ളിയാ എനിക്കിതൊക്കെ മേടിച്ചു തരുന്നത്. जब से मैंने उसको देखने लगा तब से वही मेरे को कपड़ा ला कर देता। കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ്. वो अच्छे के इंसान है। ഇടയ്ക്കിടയ്ക്ക് ചില കോപമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. वो बीच बीच में थोड़ा गुस्सा आता है। ഇങ്ങനെ എന്നെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് എന്ത് തോന്നും? ऐसे मेरे बारे में बोले तो मेरे को क्या लगेगा? അതിനാ പറഞ്ഞേ ആരോടും പറയരുത്. इसलिए बोला ये किसी को नहीं बोलना। ആരോടും പറയരുത്. हाँ, किसी को नहीं बोलना। അവന് പറയാൻ പറ്റിയൊരു കാര്യമുണ്ട്. उसको बोलने के लिए एक काम है। അവൻ എന്നെ കാണുമ്പോഴേ പറയണം ഹായ് പപ്പ വരുന്നു. हाँ, हालेलुया ऐसे बोलना है, हाँ मेरा पापा है। അതെന്റെ പപ്പയാ. वो मेरे पापा है। ആ പപ്പ എന്റെ സർവസ്വമാ. वो मेरे पापा मेरे सब कुछ है। പപ്പായുടെ രക്തമാണ് എന്റെ സിരകളിലോടുന്നത്. वो मेरे पापा के खून है मेरे शरीर में। അവന്റെ പൈതൃകമാണ് ഞാൻ ഈ പ്രകടിപ്പിക്കുന്നത്. वो उसकी नाम में मेरे अंदर है। അവന്റെ ശക്തിയായി എന്നിൽ വ്യാപരിക്കുന്നത്. उसकी शक्ति मेरे अंदर है। അതുകൊണ്ട് ദാനങ്ങളെയല്ല ദാതാവിനെ കാത്തിരിക്കണം. वो इसलिए जो दान करे नहीं, जो दान दिया उसको इंतजार करना है। സമൂഹത്തിൽ നിന്ന് വഹിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് അവിടെ ദാനമാണ് വലുത്, ദാതാവല്ല. हालेलुया, आज ये समाज को गलती हो गया। अरे ये दान के लिए इंतजार करते हैं, हालेलुया जो दान देने वाले को छोड़ देता है। ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറട്ടെ. ये प्रार्थना के बाद हमारे सोच को बदलना है। ഏറ്റവും വലുത് തന്നവനാണ്. अरे सबसे बड़ा वो दिया हुआ परमेश्वर है। ഇനി തന്നില്ലെങ്കിലും ഈ കാന്തൻ കാന്തനാണ്. ये ना दिए तो भी वो दुल्हा दुल्ही है। എന്റെ അങ്ങനെ പറയാൻ കാരണം क्यों ऐसे बोले के कारण? ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ ജെയിംസ് ചാക്കോയോട് കൂടി അവിടെ വന്നേ. मैं मेरे एक दोस्त जेम्स चाको के पास से हैं, वो उन्हीं के साथ इधर आए हैं। നമ്മൾ ഈ പുരുഷന്മാർക്കൊരു ദോഷമുണ്ട്. हमारे आदमियों की एक गंदी आदत है। നമുക്കെല്ലാം ഒരു ദോഷം, എല്ലാത്തിനും നമ്മുടെ ഈ കാശുണ്ട് ഇഷ്ടം പോലെ. हर काम के लिए हमारे पास पैसा होते हैं। ഈ സഹോദരിമാർക്ക് പലപ്പോഴും ഇതിന്റെ വലിയ നന്മയൊന്നും കിട്ടാറില്ല. बहन लोगों को उसकी आशीष कई बार नहीं मिलते हैं.
ചിലപ്പോഴൊക്കെ അവരൊരു കാര്യം പറയും പൈസ ഇല്ല, നിനക്കറിയത്തില്ല കാര്യമൊക്കെ. तब बोलते हैं तो पंद्रह को मालूम नहीं है हाथ में पैसा नहीं है. ഇനി ചില സഹോദരിമാരുണ്ട്, അവർക്കൊന്നും വിഷയമില്ല, അവരത് പിടിച്ചു മേടിക്കും. कई लोग कई बहनों का ऐसा है, उनके पास पैसा है कि नहीं है, उसको उस चीज वो लेना ही है. അങ്ങനെയുള്ളവർ ക്ഷമിക്കണം, ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത്. ऐसे लोगों के बारे में नहीं बोल रहे. അവരുടെ കാര്യം കഴിഞ്ഞ് ബാക്കിയൊക്കെ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. उन लोगों के पहले उनके बारे में बोलो, बाद में हमारा बात में बोलो. ഞാൻ അവരെ കുറിച്ചല്ല പറയുക. मैं उन लोगों के बारे में नहीं बोल रहा. അപ്പൊ അപ്പൻ, അമ്മ, കൊച്ചു കുഞ്ഞുങ്ങൾ, ഭാര്യ, നമ്മളെല്ലാം ഒരുമിച്ച് ഒരു വലിയ കടയിൽ കയറി തുണിയെടുക്കാൻ. माँ बाप बच्चों के समेत एक दुकान पर कपड़ा लेने के लिए चले गए. അവർക്കെല്ലാം ഓരോന്ന് വാങ്ങിക്കൊടുത്തു. सभी को एक एक कपड़ा दे दिया. പെങ്ങളുടെ മകൾക്ക് വാങ്ങിക്കൊടുത്തു, और बहन की बेटी को दिया, ചേട്ടന്റെ മകന് വാങ്ങിക്കൊടുത്തു, वो भाई के बच्चों को दिलाया, നമ്മുടെ മക്കൾക്കും വാങ്ങിക്കൊടുത്തു. हमारे बच्चों को भी दिलाया. അപ്പൊ ഭാര്യയ്ക്ക് മനസ്സിലായി ഈ പോക്കറ്റ് കാര്യ. और पत्नी को समझ आ गया मेरे पति का जेब खाली हो गया. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം കണ്ടു. उसको पसंद वाले एक कपड़ा ले लिया. അവളെ അതുപോലെ അവിടെ വെച്ചു. वो हाथ में ले लिया, वैसे ही वहां पर रख दिया. സ്നേഹമുള്ള ഭർത്താവിനെ മനസ്സിലായി, അവർക്ക് അത് ഇഷ്ടപ്പെട്ടു. जो प्यार, जिसके अंदर प्यार है, वो पति को समझ आ गया ये मेरे पत्नी को ये कपड़ा पसंद आ गया. ഇല്ലെങ്കിലും അദ്ദേഹം പറയാ, നീ നിർത്തും. तो पैसा हाथ में नहीं है, फिर भी बोले अब ले लो. അവര് പറയും, ഇത് കൊള്ളത്തില്ല, എനിക്ക് വേണ്ട. तब वो पत्नी बोल रहे ये अच्छा नहीं है, मेरे को नहीं चाहिए. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, उनको पसंद नहीं इसलिए नहीं है. നാഥന്റെ പോക്കറ്റിന്റെ ശക്തി അവൾക്കറിയാം. वो उनके पति की जेब की मोटापन उसको मालूम है. അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. वो कमजोरी हो रहे. നാഥനെ അസ്വസ്ഥനാക്കി എനിക്കൊന്നും ആവശ്യമില്ല. और मेरे पति को हालेलुया ऐसे कर कर मेरे को कुछ नहीं चाहिए. ആ മനുഷ്യന്റെ മനസ്സിന്റെ സുഖമാണ് എന്റെ സുഖം. उनकी मन की शांति है मेरा खुशी. അവൾ എത്ര കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു. वो कितना बातें नहीं सोचा. പക്ഷെ അറിയുന്ന കാന്തൻ ഒരു കാര്യം അറിയാം. जो ये जानने वाला ये दिलों की एक बात तो मालूम है. അവൾ ഇഷ്ടപ്പെട്ടത് സാരിയല്ല, वो उनके जो पसंद वो साड़ी नहीं है, അവൾ ഇഷ്ടപ്പെട്ടത് എന്നെയാണ്. उसने मुझे पसंद किया. അതുകൊണ്ട് വാങ്ങി തന്നില്ലെങ്കിലും ആ നല്ല മനസ്സിൽ നിനക്കൊരു ഇരിപ്പിടമുണ്ട്. खरीद के ना दिए तो भी वो अच्छा महंगे को बैठने के स्थान है. ചില അനുഗ്രഹങ്ങൾ താമസിച്ചു ഓർത്ത് വിഷമിക്കണ്ട. वो कहीं आशीष लेट हो जा रहे इसलिए हमें दुखी नहीं. ലോകത്തിലെ വലിയ അനുഗ്രഹമുണ്ട് യേശുവാണ്. वो दुनिया की सबसे आशीष हमारा यीशु है. ഏറ്റവും വലിയ അനുഗ്രഹമുണ്ട് കർത്താവാണ്. वो हमारा सबसे बड़ा आशीष यीशु है. ലോകപ്രകാരം എനിക്ക് വലിയ ഉയർച്ചയൊന്നും വന്നു കാണില്ല, दुनिया की सजन से बड़ा ऊंचाई हमको नहीं मिला होगा. വലിയ വീട് കിട്ടി കാണില്ല, अच्छा घर नहीं मिला होगा, കാർ കിട്ടി കാണില്ല, अच्छा कार नहीं मिला होगा, ഞാൻ എന്നും ദരിദ്രനായിരിക്കാം. आज भी गरीब ही होंगे. പക്ഷെ ഏത് സമൃദ്ധിയും വെല്ലുന്നൊരു സന്തോഷം അവന്റെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. लेकिन सारे हाले अमीर लोगों को हाले ऊपर रहने के लिए प्रभु ने अंदर एक खुशी दिया है. അവൻ എന്റെ കാന്തനാണ്. वो मेरा दुल्हा है. Praise the Lord. അതുകൊണ്ട് സഹോദരങ്ങളെ, इसीलिए ഈ വചനത്തിലേക്ക് നമുക്കൊന്ന് വരാം. इस वचन की तरफ हम आएंगे. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ബോധ്യമായോ? जो मैंने बताया वो बात आपको समझ आ गया? ഏതാണ്ടൊക്കെ നിങ്ങൾ യോജിച്ചു വരുന്നുണ്ട്. कुछ ना कुछ बातें हम शामिल हो गए. ഏറ്റവും വലുത് കർത്താവാണ്. सबसे बड़ा प्रभु है. ഏറ്റവും വലുത് അവൻ തന്ന രക്ഷയാണ്. सबसे बड़ा बात जो हमारा उद्धार है. ബാക്കിയെല്ലാം ഒരു ദിവസം നശിക്കും. सब कुछ एक दिन नष्ट हो जाएंगे. ഈ മൈക്രോഫോൺ വാങ്ങിയപ്പോൾ പുതുതായിരുന്നു. जब ये माइक्रोफोन जब खरीद के लेकर आया ये नया, ഇത് കയ്യിലെടുത്ത് പിടിക്കാനും ഇത് കിട്ടിയതിലുമൊക്കെ ആളുകൾ സന്തോഷിച്ചു. लेने के लिए इससे बात करने के लिए बहुत सारे लोग खुशी हुए होंगे. ഇപ്പോഴത് പഴകി. अभी ये पुराना हो गया. ഞാൻ ധരിച്ച വസ്ത്രം എടുത്തപ്പോൾ പുതിയതായിരുന്നു. जो हमने पहना हुआ कपड़ा लाते समय नया था. അത് ധരിച്ചപ്പോൾ അഭിമാനം തോന്നി. वो पहनते समय हमको बहुत घमंड आ गया. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇത് ഉള്ളതായിരുന്നു നമ്മുടെ വിഷമം. एक महीने के बाद ये है इसलिए समस्या हो गया. എല്ലാ പുതിയ വസ്തുക്കളും അനുഗ്രഹം തന്നെയാണ്. हर एक नया चीज एक आशीष है. പക്ഷെ ഒരിക്കൽ അതൊക്കെ പഴകും. लेकिन एक दिन वो पुराना हो जाएगा. പക്ഷെ ഒരിക്കലും പഴകാത്തൊരു അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട്. वो कभी भी पुराना नहीं होता ऐसे का आशीष प्रभु ने दिया है. ഒരിക്കലും നശിക്കാത്തൊന്നും എനിക്ക് തന്നിട്ടുണ്ട്. कभी नष्ट नहीं होता ऐसे का आशीष प्रभु ने दिया है. ഒരിക്കൽ കഴിക്കാൻ കഴിയാത്ത ഇഹലോകത്തിൽ തുരുമ്പെടുക്കാത്ത ഒന്നും എനിക്ക് തന്നിട്ടുണ്ട്. हालेलुया. जो इसमें जंग नहीं पड़ता है ऐसे की चीज प्रभु ने दिया है. അതവന്റെ രക്ഷയാ, हमारा उद्धार है. അതൊരിക്കൽ നഷ്ടപ്പെട്ട ദാവീദ് പറയാ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ചു തരണമേ. वो घूम किया हुआ दाऊद बोले वो उद्धार की खुशी मुझको दे दीजिए. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. वो तेरी पवित्र आत्मा को मुझ में से ना हटा. നീ ഉടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. वो तूने तोड़ा हुआ हड्डियां आनंद मनाए. സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണം. फिर वाला आत्मा मुझको दे. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള അംഗീകാരം യേശു തരുന്ന ആത്മീക സന്തോഷമാണ്. वो दुनिया के सबसे जो आदरमान जो है वो प्रभु ने दिया हुआ आशीष है. Praise the Lord. हालेलुया. ഇവിടെ 3 വസ്തുതകൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണാം. सुसमाचार में हम 3 बातें हम देख लिया. ഒന്നാമതായി, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. प्रार्थना करते समय गुप्त में प्रार्थना करना है. നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ രഹസ്യത്തിൽ ചെയ്യുക. दान धर्म करते समय गुप्त में करना है.
നിങ്ങൾ ഉപവസിക്കുമ്പോൾ രഹസ്യത്തിൽ ഉപവസിക്കുക. उपवास करते समय गुप्त में करना है. നമുക്ക് തീരെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ കേട്ടത്. ये तीनों हम नहीं कर सकते हैं ऐसे बातें. നമുക്കിത് മൂന്നും പരിസ്ഥിതി ചെയ്യുന്നതാണ് സന്തോഷം. हम ये तीनों चीज हालेलुया पब्लिसिटी करने के लिए हम बहुत खुशी में होते हैं. ഞാൻ ഒരു 10-22 ചർച്ച് എൻ്റെ ജൂറിസ്ഡിക്ഷന് കീഴിലുണ്ട്, എൻ്റെ നിയന്ത്രണത്തിന് കീഴിലുണ്ട്. पास्टर की नीचे 20-22 चर्च कलीसिया है. ഈ ചർച്ചിലെ കർത്തൃദാസന്മാരെ ഒരിക്കൽ വിളിച്ചു പ്രേയറിനെ കുറിച്ച് ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തു. और सारे पास्टर को बुलाकर प्रार्थना के बारे में एक क्लास लगाया. ഈ ക്ലാസ്സിന് ശേഷം അവർ തീരുമാനിച്ചു ഈ മൈക്കിൽ കൂടെ പ്രാർത്ഥിക്കുന്ന പണി നടത്തി. वो क्लास के बाद उसने उन लोगों ऐसे सोच लिया अभी माइक्रोफोन में प्रार्थना करना मैं बंद कर दिया. ആഹ്വാനം കൊടുത്ത ശേഷം ആളുകൾ ഇങ്ങനെ ശാന്തരായി നിന്ന് പ്രാർത്ഥിക്കും. हालेलुया बोलने के बाद शांत होकर प्रार्थना करते हैं. ഒടുവിൽ എല്ലാവരും ആമേൻ പറയും ഒരുമിച്ച്. इसके बाद सब लोग एक साथ आमीन बोलते हैं. അതിനു മുമ്പ് വരെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് उससे पहले तक जब वहां पर ऐसे होते थे ഒരുത്തൻ പറയും എനിക്ക് അവസരം കിട്ടിയില്ല, वो कहीं ऐसे बोलते मेरे को मौका नहीं मिला. അടുത്തവൻ പറയും മറ്റേ പുള്ളി കൂടുതൽ നേരം പ്രാർത്ഥിച്ചു. और दूसरे बोलते हैं वो ज्यादा समय प्रार्थना किया. ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോൾ പ്രസംഗിക്കാൻ നേരം കിട്ടൂല. उस सब कुछ प्रार्थना खत्म करके आते समय प्रचार के लिए समय नहीं मिलते हैं. ചിലര് പ്രാർത്ഥിച്ചാൽ അതൊരു ചെറിയ പ്രസംഗം പോലെ. कई लोग प्रार्थना करते हैं आधा प्रचार होते हैं. ഇങ്ങനെയൊക്കെ പരിഹരിച്ചോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ എന്തിനാ സമയം ആരെങ്കിലും തരും, നമ്മൾ പ്രാർത്ഥിച്ച പോലെ. जब हम प्रार्थना करने के लिए हम समय मिले तो हम प्रार्थना ही करना है. നിങ്ങൾ യോഗാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോലീസ് കേസ് എടുക്കുമോ? आप ये मीटिंग की आशीष के लिए प्रार्थना किया तो पुलिस केस उड़ाए आपके ऊपर केस चार्ज करेगा. പ്രാർത്ഥിക്കരുതെന്ന് പറയുമോ? पुलिस आपको बोलेंगे आप प्रार्थना नहीं करना. ആ യഥാർത്ഥ പ്രാർത്ഥന കർത്താവ് പറയുന്നു അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. गुप्त में जाकर कमरे में जाकर बंद कर कर गुप्त में जो पिता के साथ आप प्रार्थना करना. രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. दो बात वहां पर होते हैं. പ്രാർത്ഥിച്ചതിന് ആ വിഷയങ്ങൾക്ക് അവിടെ മറുപടി, जो प्रार्थना किया हुआ विषय को वहां पर जवाब, പ്രാർത്ഥിച്ച നമുക്ക് ഒരു പ്രതിഫലം. जो प्रार्थना किया हुआ हमको एक इनाम. വലിയ വ്യത്യാസം സഭയിൽ കണ്ടു തുടങ്ങി. वो कलीसिया में एक बहुत बदलावट, വലിയ അച്ചടക്ക സഭയിൽ കണ്ടു തുടങ്ങി. वो कलीसिया में एक अच्छा आदत आ गया. 6:30 സ്വയം വൈകിട്ട് യോഗം തുടങ്ങുന്നു പറഞ്ഞാൽ ആളുകൾ 6-ന് വന്നിരിക്കാൻ തുടങ്ങി. वो 6:30 बजे मीटिंग शुरू होएंगे बोले तो लोग 6 बजे आकर बैठने शुरू करते हैं. കഥ പറഞ്ഞ് ഞങ്ങൾ ഇരിക്കൂല, പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം കൊടുത്തുകൊണ്ടേയിരിക്കും. वो वहां पर हालेलुया कहानी बोलकर नहीं बैठेंगे, प्रार्थना करते रहेंगे. ഒരാൾ ഇങ്ങനെ ആഹ്വാനം ചെയ്ത് അല്പനേരം കഴിഞ്ഞ് മറ്റൊരാളുടെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കും. हालेलुया एक व्यक्ति ऐसे बोलने के बाद दूसरे के हाथ में माइक देते हैं. അല്പം കഴിഞ്ഞ് ഈ ശാന്തമായ പ്രാർത്ഥനയുടെ അന്തരീക്ഷം മാറി ആളുകൾ ആത്മാവിൽ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങും. वो थोड़ी देर शांत में प्रार्थना करने के बाद लोग आत्मा में प्रार्थना करने के लिए शुरू हो जाते हैं. അവിടെ ആര് പ്രാർത്ഥിച്ചു എന്നില്ല, ആരോട് പ്രാർത്ഥിച്ചു എന്നതാണ് വലുത്. हम कौन प्रार्थना किया ये नहीं है, किसी से प्रार्थना किया हुई है. ഇത്തരം വലിപ്പ ചെറുപ്പങ്ങൾ हमारे ये बड़ापन को हम थोड़ा दूर करेंगे. നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണെന്നുള്ള ധാരണയ്ക്ക് പ്രാർത്ഥിക്കാം. हम मसीह में हम एक हैं उसी अवस्था में प्रार्थना करेंगे. പ്രാർത്ഥന ഒരാൾക്ക് കൊടുക്കുന്ന അവസരമല്ല, वो प्रार्थना किसी को देने वाला एक अवसर नहीं है. അത് ആത്മഭാരമുള്ളവന്റെ നിയോഗമായിരിക്കണം. वो जिसको आत्मा की बोझ है उसकी हालेलुया कंट्रोल में है. പ്രാർത്ഥന ഒരു കലയല്ല, प्रार्थना एक कला नहीं है. പ്രാർത്ഥന ഒരു ചടങ്ങല്ല, प्रार्थना एक रिवाज नहीं है. പ്രാർത്ഥന ഒരു ആചാരമല്ല. वो प्रार्थना एक हालेलुया हमारे एक रीति रिवाज नहीं है. പിന്നെ അതിനപ്പുറത്ത് എന്താണ് പ്രാർത്ഥന? उसके आगे क्या है प्रार्थना? ആ പ്രാർത്ഥനയെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. वो प्रार्थना करते समय हम गुप्त में प्रार्थना करना है. രഹസ്യത്തിൽ വേണം പ്രാർത്ഥിക്കാൻ. गुप्त में प्रार्थना करना है. എങ്ങനെയാണ് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക? कैसे हम गुप्त में प्रार्थना करना है? ഈ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ രഹസ്യം കർത്താവ് അറിയുന്നത്. हम गुप्त में प्रार्थना करते समय हमारी अंदर की बातें प्रभु जानेगा. നിങ്ങൾ ഇവിടെ നിൽക്കുന്നു, हम यहाँ पर खड़े हैं. നിങ്ങളുടെ കുഞ്ഞ് ഒരു ആവശ്യം ഉന്നയിക്കുക, അവന് വിശക്കുന്നു. वो आपकी बच्चा आपके पास आकर ये बताते हैं मेरे को भूख लग रहा है. ഈ 10 പേരുടെ കേക്കൽ ഒരു കുഞ്ഞിന്റെ പറയാ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ये 10 लोगों के बीच में आपके बच्चे आकर बोल रहे हैं मेरे को भूख लग रहा है ऐसे बोले तो आपको कैसे लगेगा? ആ कुഞ്ഞ് കറങ്ങിത്തിരി നിങ്ങളുടെ അരികിലെത്തുന്നു. वो घूम फिर कर फिर से आपके पास आ जाते हैं. അവൻ നിങ്ങളെ ഇങ്ങനെ മാന്തുന്നു, പതുക്കെ से मारते हैं, നിങ്ങളെ തട്ടുന്നു, आपको ऊपर हाथ लगा रहे हैं. അസ്വസ്ഥനാകുന്ന നിങ്ങൾ ചോദിക്കുന്നു എന്താ നിനക്ക് വേണ്ടത്? हम फिर भी हम ऐसे होने के बाद हम पूछते थे कि क्या चाहिए? അവനൊന്നും പറയാതെ കണ്ണീരൊഴുക്കുന്നു. वो उसके कुछ नहीं बोलते, वो आंसू बहाते हैं. കണ്ട നിങ്ങൾക്ക് മനസ്സിലാകുന്നു അവന് വിശക്കുന്നു. वो देखकर आपको पता चल गया उसको भूख लगा. അവനെന്തോ ആവശ്യമുണ്ട്. वो कुछ ना कुछ जरूरतें हैं. ഗുരു അസഹ്യപ്പെടുകയാണ്. അപ്പോൾ वो उसी समय आप हालेलुया कुछ ऐसी परेशानी में हो गया. അസഹ്യപ്പെടുന്ന ഗുരു ഉണർന്നു, അവൻ വേണ്ടോളം കൊടുക്കുന്നു. स्वामी हालेलुया परेशान में हो गया, इसलिए वो जो कुछ जरूरत है उसको दे दिया. പ്രാർത്ഥന ഒരു രഹസ്യമാണ്.
जो प्रार्थना जो है एक गुप्त है। നമ്മുടെ പരസ്യ പ്രാർത്ഥനകളുടെ നീളം കുറയ്ക്കണം, രഹസ്യ പ്രാർത്ഥനയ്ക്ക് ആഴം കൂട്ടണം. हम जो लंबा प्रार्थना की वो लंबाई को कम करना है, गुप्त में जो प्रार्थना है वो ज्यादा बढ़ाना है। 2015 കൂടുതൽ പ്രാർത്ഥിക്കുന്ന വർഷമാകട്ടെ. वो 2015 ज्यादा प्रार्थना करने वाला समय होना है। അത് രഹസ്യ പ്രാർത്ഥനകളാകട്ടെ. वो गुप्त प्रार्थना भी होना है। സഭായത്തിന് വെച്ചുപിടിച്ച കലാപരമായ വാക്കുകൾ തൊടുത്തു വിടുന്നതല്ല പ്രാർത്ഥന. वो सालिसा में आकर हालेलुया हालेलुया की लंबा प्रार्थना करने वाला वो प्रार्थना नहीं है। ഹൃദയം തുറന്ന് ഞാൻ പ്രാർത്ഥിക്കും. वो दिल खोलकर मैं प्रार्थना करेंगे, സമയം കണ്ടെത്തി ഞാൻ പ്രാർത്ഥിക്കും. समय निकाल के प्रार्थना करेंगे। ഒരിക്കലും പ്രാർത്ഥിക്കാൻ ആവശ്യമില്ലാത്ത ഒരുവന്റെ പേരായിരുന്നു ക്രിസ്തു. वो प्रार्थना करने का कोई जरूरत नहीं है, ऐसे के नाम था यीशु। സകലവും അവന്റെ ഉടമസ്ഥതയിലുള്ളതല്ലേ. वो सब कुछ उसकी अधीन में है। അവൻ എന്തിനു പ്രാർത്ഥിക്കണം? वो क्यों प्रार्थना करना है? ഒരു പ്രാർത്ഥനയും ആവശ്യമില്ലാത്തവൻ രാവെളുക്കുവോളം പ്രാർത്ഥിച്ചു. वो यीशु मसीह को कोई प्रार्थना का जरूरत ही नहीं था, उसने प्रार्थना किया। എപ്പോഴും പ്രാർത്ഥിക്കേണ്ട നമ്മൾ എങ്ങനെയായിരിക്കണം? वो हमेशा प्रार्थना करने वाला हम कैसे होना है? ആ പ്രാർത്ഥന ഒരു പരസ്യ പ്രകടനമല്ല. वो प्रार्थना हालेलुया एक दिखावा नहीं है, പ്രാർത്ഥന രഹസ്യത്തിലായിരിക്കട്ടെ. वो प्रार्थना गुप्त में होना है। വീണ്ടും അടുത്ത ഒരു വസ്തുത പറയുകയാണ്. दूसरे के बात बोल रहा है, നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ രഹസ്യത്തിൽ ചെയ്യണം. तो दान धर्म करते समय गुप्त में करना है। ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ രഹസ്യത്തിൽ ചെയ്യണം. परमेश्वर के लिए जो कुछ करते हैं तुम गुप्त में करना है। സ്പോൺസർഷിപ്പിൽ പേര് വരാനല്ല നന്മ പ്രവൃത്തി ചെയ്യേണ്ടത്. हालेलुया दान देने वालों के लिस्ट में नाम आने के लिए नहीं, ഞാനിതൊക്കെ ചെയ്യുന്നയാൾ എന്ന് പൊതുസമൂഹത്തിന് ബോധ്യം വരാനല്ല നന്മ പ്രവൃത്തി ചെയ്യേണ്ടത്. मैं ये सब कुछ करने वाला है हमारे समाज जानने के लिए नहीं ये करना। വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത്. आपकी दाहिने हाथ जो देते हैं आपकी बाएं हाथ नहीं जाना चाहिए। ദൈവത്തിന് വേണ്ടി സമൃദ്ധമായി പ്രവർത്തിക്കാൻ നമുക്ക് തയ്യാറാകാം. वो प्रभु के लिए अच्छी तरह हालेलुया सेवा करने के लिए प्रभु हमको मदद करे। നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുവാൻ ദൈവം വെച്ചിരിക്കുന്ന വഴി സമൃദ്ധമായി ദൈവത്തിനായി പ്രവർത്തിക്കുക. हालेलुया दुख मुसीबत को दूर करने के लिए प्रभु ने हमारे लिए जो रखा उस काम के लिए हम आगे बढ़ना है। അളവ് കൂടാതെ കൊടുക്കുന്നവൻ അളവ് കൂടാതെ തരുന്ന ദൈവം. जो हम बिना गिनकर हम प्रभु के लिए दे तो वैसे प्रभु हमारे लिए भी देगा। അമർത്തിക്കുളുക്ക് പ്രതിഫലം തിരികെ തരുന്ന ദൈവം. हमें दबा दबा कर वो हमारे लिए बदला देगा। പക്ഷെ അതിന് കൊടുക്കുവാനുള്ള ഒരു വഴി പറയുകയാണ്. और देने के लिए एक रास्ता बता रहा है, ആ കൊടുക്കാനുള്ള വഴി രഹസ്യത്തിലായിരിക്കട്ടെ. हम गुप्त में है। രഹസ്യത്തിൽ കൊടുക്കുന്നവന് ദൈവം പരസ്യത്തിലാണ് ഒരു മറുപടി തരുന്നത്. हालेलुया जो गुप्त में जो देने वालों को और सभी के सामने उसकी आशीष देता है। തന്റെ വേലയെ നിലനിർത്തുവാൻ ഒരുവൻ സന്നദ്ധനായി മുമ്പോട്ട് വന്നാൽ ദൈവം പരസ്യമായ ഒരു നിലപാടാണ് അവന് വേണ്ടി എടുക്കുന്നത്. वो प्रभु की सेवा को खड़ा करने के लिए एक बंदा गुप्त में सोचे तो प्रभु को सबके सामने उसको आशीष देंगे। കഴിഞ്ഞ നാളുകളിൽ നമ്മൾ എന്ത് ചെയ്തുവോ അതിന്റെ 10 മടങ്ങ് ചെയ്യുവാൻ ഈ കരങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. पिछले दिनों में मैंने क्या किया उससे ज्यादा करने के लिए इस हाथों को ताकत देने के लिए प्रार्थना करना है। ഞാൻ വീട്ടിൽ പഠിപ്പിക്കുന്നത് मैं घर पर सिखाते हैं നമുക്ക് ആഹാരത്തിനും വസ്ത്രത്തിനും ശേഷം വരുന്നതൊക്കെ കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി ഉള്ളതാണ്. जो हमारी खाना और पहनने की जो जितना पैसा है उसकी बाकी जो कुछ पैसा भेज जाता है वो सारे प्रभु की सेवा के लिए है। ആ വിധത്തിലേ വിനിയോഗിക്കാവൂ. वो उसी काम के लिए इस्तेमाल करना है। ഇവിടെയുള്ള ഡെപ്പോസിറ്റ് ഒക്കെ ഒരു ദിവസം തകരും. यहाँ की सारे डिपॉजिट एक दिन सारे खत्म हो जाएगा। ലോകത്തിലെ എണ്ണ ഉത്പാദക രാജ്യങ്ങളെ ഒറ്റ നിമിഷം കൊണ്ട് വെല്ലുവിളിച്ച് പെട്രോൾ ഉൽപ്പന്നത്തിന്റെ വിലയിടിഞ്ഞപ്പോൾ ലോകത്തിന് വന്ന മാറ്റം നമ്മൾ കണ്ടു. हालेलुया हमारे पेट्रोल की कीमतें जब खत्म हो गया तब हमारे दुनिया में कितना बदलाव आ गया। ഒരു ബദൽ ഇന്ധനം നാളെ കണ്ടുപിടിക്കുന്ന കാലത്ത് ഈ പെട്രോളിന്റെ ഉൽപ്പന്നത്തിന് $1 പോലും വിലയില്ലാതെ വരുന്ന സാഹചര്യം വന്നു. एक दूसरे चीज आते समय हालेलुया ये पेट्रोल को कोई कीमत नहीं आएगी। സഹസ്ര കോടീശ്വരന്മാർ ദരിദ്രന്മാരായി കൂപ്പുകുത്തിയേക്കാം. हालेलुया करोड़पति लोग हालेलुया गरीबी बन जाएंगे। ഞാൻ പറക്കുന്ന ഇടത്തൊക്കെ ഏക്കർ കണക്കിന് ഭൂമിയുള്ള ആളുകളാണ്. जहाँ पर पास रहते हैं वहां पर किले किले जमीन वाला है। അവര് ഇത്രയും പണമുണ്ട്, അതുകൊണ്ട് റബ്ബറുണ്ട്, മറ്റു പലവിധ നാണ്യവിളകളുണ്ട്. അതിലൊക്കെ ആളുകൾ ഇങ്ങനെ അഹങ്കരിക്കുമായിരുന്നു. ഭൂമിക്ക് വലിയ വില. उस जमीन में हालेलुया रबड़ है, बहुत ऐसे बड़ा अच्छा अच्छा चीजें हैं, वो जमीन पे बहुत महंगाई है। നോക്കിയിരിക്കാൻ കസ്തൂരി രംഗൻ റിപ്പോർട്ട് വന്നു. उस समय ये कस्तूरी रंगन नाम के चीजा है। ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമിയുടെ വില താഴേക്കിടിഞ്ഞു. 5-6 ലക്ഷം രൂപ കിട്ടുന്ന ഭൂമിക്ക് 50,000 ഒക്കെ ആയി സെന്റിന് വില ഇടിഞ്ഞു. वो 5 लाख हालेलुया मतलब कि 5 लाख जो मिलने वाला जमीन हालेलुया 50,000 में हो गया। ബാങ്കുകൾ ലോൺ കൊടുക്കാതായി. बैंक वाला लोन नहीं दे रहे। പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുവാൻ വഴിയില്ലാതായി. वो लड़कियों को शादी करवाने के लिए माँ बाप के पास पैसे नहीं होते। കോടികൾ കൈകാര്യം ചെയ്തവനെ ഒറ്റയടിക്കിലേക്ക് താഴേക്കിടുവാൻ കഴിയുന്ന ഒരു റിപ്പോർട്ട് സംജാതമായപ്പോൾ ഉലകത്തിലെ കണക്കിൽ വിശ്വസിക്കരുത്, ലോകത്തിന്റെ പണത്തിന്റെ വ്യവഹാരത്തിൽ വിശ്വസിക്കരുത്. ഉയരത്തിലാണ് നമ്മുടെ നിക്ഷേപം. हालेलुया दुनिया की हालेलुया पैसा की हालेलुया मामले में विश्वास नहीं करना, हम स्वर्ग में हम विश्वास करना। നിങ്ങൾക്കുള്ള ജോലിയിൽ വിശ്വാസം അർപ്പിക്കരുത്, ബാങ്ക് ബാലൻസിൽ വിശ്വാസം അർപ്പിക്കരുത്, നിങ്ങളുടെ കഴിവിൽ വിശ്വാസം അർപ്പിക്കരുത്. आपके बैंक
टैलेंट्स में विश्वास नहीं करना, या ताकत में विश्वास नहीं करना। മക്കളെ പഠിപ്പിച്ചയച്ചു, അവർ വിദേശത്താണ്, അതിൽ വിശ്വാസം അർപ്പിക്കരുത്. बच्चों को पढ़ाई किया, वो उसको विदेश में चले गया, उसी पर आप भरोसा नहीं रखना. ജോലിയുടെ ഒരു നേരത്തെ അസ്ഥിരത അവരെ അവിടെ തെറിപ്പിച്ചേക്കാം. वहां पर 1 मिनट में उसके काम वहां पर छूट जाएंगे. ആ തൊഴിൽ ഉടമ നിങ്ങളോട് കാട്ടുന്ന ഒരു അനാസ്ഥ അല്ലെങ്കിൽ ഒരു വിദ്വേഷ നിമിത്തം അടുത്ത ഫ്ലൈറ്റിന് അവർ തിരിച്ചിവിടെ എത്തിയേക്കാം. वो वहां की उसके मालिक के साथ उसको गड़बड़ी हो जाए तो 1 मिनट में दूसरे फ्लाइट में वो वापस आ सकता है. നമുക്ക് പണം നൽകുന്ന കേന്ദ്രങ്ങളെ നമ്മോട് വെറുപ്പിക്കാൻ കഴിയുന്ന ഒരു ഇടനിലക്കാരന്റെ ഗൂഢാലോചന മതി നമ്മൾ അവിശ്വസ്തനാണെന്ന് വ്യാജം പരത്തിയാൽ നാം ആ സ്ഥാപനത്തിന് പുറത്തു പോയേക്കാം. वो हमारे साथ लेन देन जो करता है उसके बीच में दूसरे के बंदे आकर कुछ गड़बड़ी डाले, तुरंत हमारे सारे लेन देन वहां पर बंद हो जाएगा. പക്ഷെ ലോകത്താരെ തെറ്റിദ്ധരിപ്പിച്ചാലും വിശ്വസിക്കാത്ത ഒരു യജമാനൻ ഉയരത്തിലുണ്ട്. वो दुनिया में जो कोई भी धोखा दे ऐसे में नहीं फंसता ऐसे एक व्यक्ति है, वो हमारे लिए ऊपर है. ലോകത്തേത് ബാങ്ക് പൊട്ടിയാലും സമൃദ്ധമായി എനിക്ക് തരുവാൻ കഴിയുന്ന ഒരുവന്റെ ഭണ്ഡാരം ഉയരത്തിലുണ്ട്. वो दुनिया के सारे बैंक टूट जाए लेकिन कभी नहीं टूटता ऐसे का हालेलुया खजाना स्वर्ग में है. ലോകം മുഴുവൻ എനിക്ക് ഭക്ഷണം നിഷേധിച്ചാലും എന്റെ ചെറിയ ഉദരത്തിന് വേണ്ടത് സമൃദ്ധമായി നൽകാൻ കഴിയുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. ये सारे दुनिया मेरा खाना छोड़ दे तो भी मेरे पेट के लिए इंतजाम करने वाले को परमेश्वर स्वर्ग में है. പക്ഷേ അത് പ്രാപിക്കാൻ അവൻ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന വഴി നന്മ ചെയ്യുമ്പോൾ ഞാൻ രഹസ്യത്തിൽ ചെയ്യണം. वो प्राप्त करने के लिए उसने मेरे सामने रखा हुआ रास्ता जब दान धर्म करता है तुम गुप्त में करना है. അവസാനത്തെ മറ്റൊരു രഹസ്യം തിരുവെടുത്ത് പഠിപ്പിക്കുന്നു. वो तीसरी एक बात परमेश्वर के वचन सिखाते हैं. സുപ്രധാനമായ ആ രഹസ്യം, वो महत्वपूर्ण वो गुप्त बात है. നിങ്ങൾ ഉപവസിക്കുമ്പോൾ രഹസ്യത്തിൽ ഉപവസിക്കണം. जब उपवास करते हैं तो गुप्त में उपवास करना है. ഞാൻ എത്ര നേരം ഉപവസിച്ചു എന്നതോ എത്ര നാൾ ഉപവസിച്ചു എന്നതോ അല്ല നമ്മുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നത്. मैं कितना दिन उपवास किया, कितना देर उपवास किया, ये नहीं है. അത് പരസ്യമായി 10 ആളുകളുടെ കേൾക്കൽ പറയുമ്പോൾ കർത്താവ് പറയുക അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. सभी के सामने ये बात बताते समय प्रभु बताते हैं उसको प्रतिफल तो मिल चुका है. സഭകളിൽ 40 ദിവസം പ്രാർത്ഥിച്ചവരെ പ്രത്യേകിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി അഭിനന്ദിക്കും. कलीसिया में 40 दिन उपवास किया हुआ लोगों को खड़ा कर कर उसको तारीफ करते हैं. എന്നിട്ട് ഡേറ്റ് നമ്മൾ താഴോട്ട് കൗണ്ട് ഡൗൺ ചെയ്യാണ്. के बाद हालेलुया समय नीचे नीचे करते हैं. പാടില്ല. ഒരു ദിവസം ഉപവസിക്കുന്നവനും 40 ദിവസം ഉപവസിക്കുന്നവനും ഉപവസിച്ചവന്റെ മനോഭാവത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. जो एक दिन जो उपवास किया और 40 दिन का उपवास किया वो दोनों के मन की सोच जो है प्रभु देखता है. അത് ഉപവസിക്കാതിരിക്കാനുള്ള അനുമതിയല്ല ഞാൻ ഈ പറഞ്ഞത്. जो आप बिना उपवास से बैठने के लिए एक तरीका नहीं बता रहा है. ഒരാൾ ഉപവസിക്കുന്നതോറും അവന്റെ എളിമത്തം വർദ്ധിക്കണം. वो एक उपवास लेते समय उसकी दीनता बढ़ना है. അവന്റെ ദൈവസാന്നിധ്യം ശക്തിപ്പെടണം. वो उसमें परमेश्वर की अभिषेक बढ़ना है. അവർ ഉപവസിക്കുമ്പോൾ രഹസ്യത്തിൽ ഉപവസിക്കുക. उपवास करने समय गुप्त में उपवास करना. ഞാൻ ഈ 3 ചിന്തകളെ ഒന്ന് ക്രോഡീകരിക്കാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. ये तीनों बातों को एक बार बोलकर मैं समाप्त करने के लिए चाहता हूँ. പ്രിയരെ, ഈ രഹസ്യത്തിൽ ഇവ ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ ഉള്ളടക്കം പലരും ഗ്രഹിച്ചുവോ എന്ന് എനിക്കറിയില്ല. जो गुप्त में जो करना ये बोला हुआ बात की असली बात कितने लोग समझा गया ये मेरे को मालूम नहीं है. അത് ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ടെന്നുകൂടി. मैं एक बार फिर से मैं आपको समझाएंगे. ഞാൻ ഇവിടെ വരുമ്പോൾ സ്റ്റേജിൽ ദൈവദാസന്മാരുണ്ട്. मैं इधर आते समय इस स्टेज पर प्रभु के दास लोग हैं. ഞാൻ ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നു. मैं बहुत दूर सफर कर नहीं आया. നിങ്ങൾ എന്നെ കൈക്കൊണ്ടു. आप लोगों मुझे अपनाया. പക്ഷെ ഞാനാണോ ഇവിടെ പ്രമുഖൻ? क्या पास्टर ही है सबसे बड़ा? സ്റ്റേജിലിരിക്കുന്ന കർത്തദാസന്മാരാണോ പ്രമുഖർ? क्या पीछे बैठा हुआ प्रभु के दास है सबसे बड़ा? നിങ്ങളാണോ പ്രമുഖർ? क्या आप लोग है सबसे बड़ा? ഇന്നലെ വന്ന് പ്രസംഗിച്ചവരോ നാളെ പ്രസംഗിക്കാതിരിക്കുന്നവരോ ആണോ പ്രമുഖർ? क्या कल जो प्रचार करके प्रभु के दास है या कल के दिन जो प्रचार करने के लिए वही है बड़ा? അതല്ല, കർത്താവാണ് പ്രമുഖൻ. लेकिन उन लोग नहीं है, प्रभु ही बड़ा है. കർത്താവാണ് ശ്രേഷ്ഠൻ. सबसे श्रेष्ठ प्रभु है. കർത്താവാണ് വലിയവൻ. प्रभु ही बड़ा है. ഒരിക്കൽ വേലുപ്പിള്ള പ്രഭാകരനെ കാണാൻ അനിത എന്ന പേരായ ഒരു മലയാളി പത്രപ്രവർത്തക സമയം ചോദിച്ചു വന്നു അദ്ദേഹമുള്ളപ്പോൾ. वेलुपिल्ला प्रभाकरन नामक एक व्यक्ति को मिलने के लिए एक सुनिता नामक एक व्यक्ति समय पूछा था. വേലുപ്പിള്ള പ്രഭാകരൻ നമ്മുടെ രാജീവ് ജി മരിക്കാനൊക്കെ കാരണമായ തമിഴ് തീവ്രവാദ സംഘടനയുടെ നേതാവ്. ये व्यक्ति राजीव गांधी को मारने के लिए बहुत आगे कदम उठाए हुआ व्यक्ति है. ഇവൾ വായിച്ചറിഞ്ഞിട്ടുണ്ട് പ്രഭാകരൻ തീവ്രവാദിയാണ്. ये पढ़कर सुना है ये प्रभाकर जो व्यक्ति है ये नक्सलिट है. വളരെ ഗൗരവക്കാരനാണ്. और बहुत गंभीर वाला है. അദ്ദേഹം ഈ പത്രപ്രവർത്തകർ പറഞ്ഞു, സമയം വളരെ കൃത്യമായി നിങ്ങൾ പാലിച്ചിരിക്കണം, എന്റെ സമയം വിലപ്പെട്ടതാണ്. ये अखबार वालों के बोला आपने समय को बहुत बहुमूल्य समझना है, मेरे को ज्यादा समय नहीं है. ഇവൾക്കൊരു പാസ് അയച്ചു കൊടുത്തു, അടുത്തേക്ക് വരാൻ രഹസ്യമായി. वो उसको गुप्त में उनके पास आने के लिए पास भेजा. വളരെ സാഹസികമായി ഈ പെൺകുട്ടി അവിടെ ചെന്നു.
हाँ हालांकि बहुत मुश्किल से वो लड़की उनके पास आए, ഈ ക്യാമ്പസിൽ ചെന്നു. उस कैंपस में आ गए. നൂറുകണക്കിന് ആളുകൾ അവിടെ യാത്ര ചെയ്യുന്നുണ്ട്. 100 लोग वहां पर घूमते फिरते हैं. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. उसकी हेडक्वार्टर्स है उधर. കുറെ അവൾ അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോൾ പബ്ലിക്കായി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരിടത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നു. वहां पर खाना बनाने वाले की जगह है, वहां पर एक बंदा खड़ा है. ആ സ്ഥലത്ത് ഇവർ ഈ പാസ് കാണിച്ചപ്പോൾ അദ്ദേഹം കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, പൊക്കോളാൻ പറഞ്ഞു. वहां पर उसने ये पास दिखाया, उन लोग बोला तो अंदर चले जाओ. അടുത്തടുത്ത് സെക്യൂരിറ്റി നിൽപ്പുണ്ട്, അവരെല്ലാം പാസ് കാണിച്ചു, പൊക്കോളാൻ പറഞ്ഞു. वो सभी को ये पास दिखाया, सिक्योरिटी को पास दिखाया, सब लोग बोला चले जाओ. അങ്ങനെ മുഖം പഠിച്ച് ഊട്ടുപുരയുടെ അടുക്കളയുടെ വശത്തെത്തി. वहां से जो खाना खिलाने वाले जगह से वो उसी के पास पहुंच गया. അവിടെ നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ ചിക്കൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. वहां पर एक व्यक्ति चिकन काट रहे हैं. ആ ചിക്കൻ കട്ട് ചെയ്യുന്ന ആളിന്റെ അരികിൽ ഈ പാസ് കാണിച്ചു. वो चिकन काटने वालों के पास सामने ये पास दिखाया. അദ്ദേഹം ഈ ചിക്കൻ കട്ട് ചെയ്യുന്ന ആൾ പെട്ടെന്ന് കൈ കഴുകി ഇവൾക്കൊപ്പം പറഞ്ഞു, വരൂ വരൂ. हालेलुया. जो चिकन कट रहे वो व्यक्ति हालेलुया एकदम जल्दी से हाथ धोकर उन्हीं के साथ आजो आजो बोलकर बुलाया. ഓ താങ്ക് യു അങ്കിൾ. അവൾ അവളുടെ അദ്ദേഹത്തിന്റെ കൂടെ കൂടി. तो धन्यवाद बोलकर उसके पीछे पीछे चले गया. അകത്ത് വന്ന് അവൾ പുറത്തു വന്ന് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു വട്ടത്തിൽ കെട്ടിയ ഒരു കല്ലിന്റെ പുറത്ത് അദ്ദേഹം കയറിയിരുന്നു. बाहर आकर हालेलुया एक पेड़ के नीचे जो राउंड में बना हुआ एक पत्थर के ऊपर दोनों बैठ गया. എന്താണ് കുഞ്ഞിന് വേണ്ടത്? आपको क्या चाहिए? എനിക്ക് ഇന്നാളിനെ കാണണം. मेरे को इस व्यक्ति को मिलना है. ഞാൻ തന്നെയാണത്. वो व्यक्ति मैं ही है. അദ്ദേഹം ധരിച്ച ഒരു വലിയ മനുഷ്യനെ. उसने ऐसे सोचा, एक बड़ा एक इंसान के बारे में सोचा. അവൾ ധരിച്ച ഒരു തീവ്രവാദി. एक आतंकवादी समझ लिया. അവൾ ധരിച്ചു കയ്യിൽ ആയുധം പിടിച്ച് രണ്ട് പട്ടാളക്കാർ അപ്പുറത്തും ഇപ്പുറം നിൽക്കുന്നു ഒരു മനുഷ്യനെ. उसने ऐसे सोचा, हाथ में तलवार पकड़कर हालेलुया उसकी दाहिने और बाएं लोग खड़े होंगे. അവൾക്ക് അത്ഭുതം തോന്നി. എന്താണ്? वो अद्भुत हो गया, ये क्या है? ഇതൊരു മനുഷ്യന്റെ ലാളിത്യമാണ്. ये एक व्यक्ति का एक सोच है. ഒരിക്കൽ ഇന്ത്യയെ വിറപ്പിച്ച ഒരു വലിയ സംഘടനയുടെ പിന്നിലെ നേതാവ് കാട്ടിയ ഒരു ലാളിത്യം നിങ്ങൾ കണ്ടില്ലേ? एक इंडिया को हिलाया हुआ एक व्यक्ति का किया हुआ एक दीनता आप देखा है. അതില് ഒത്തിരി പരിമിതികളും നമുക്ക് വിയോജിപ്പുള്ളതും ഒക്കെ ഉള്ള വ്യക്തിയാകാം ഇദ്ദേഹം. പക്ഷെ മറുവശത്തൊരു നന്മ ഞാൻ കാണുന്നു. वो बहुत गड़बड़ी वाला बंदा है, लेकिन उसके पीछे एक बात में देख रहा है. ജീവിതത്തിന്റെ ഇത്ര ലാളിത്യം സൂക്ഷിച്ചവനായിരുന്നു നമ്മുടെ കർത്താവ്. वो ऐसे जीवन में हालेलुया दीन वाला है हमारा प्रभु. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ രാത്രിയിൽ ഗത്സമനയിൽ എത്തുന്നവർക്ക് യേശു ആരാ ശിഷ്യനാരാന്ന് മനസ്സിലാകുന്നില്ല. हालेलुया यीशु मसीह को पकड़ने के लिए गत्समना में जो आया हुआ हालेलुया लोगों को यीशु कौन है, चेला कौन है, ये पहचान नहीं पाया. അപ്പോൾ യേശുവിനെ ആരാണ് യേശു എന്ന് തത്രപ്പെടുന്നവർക്ക് മുമ്പിൽ യേശു ചോദിക്കുക, നിങ്ങൾ ആരെയാണ് തിരയുന്നത്? यीशु उन लोगों से पूछ रहे, तुम लोग किसको ढूंढ रहे हो? മറുപടി, ഞങ്ങൾ നസറേനായ യേശുവിനെ. तब उस बोल रहे, हम यीशु मसीह को ढूंढ रहा. അത് ഞാനാണ്, എന്നെ ബന്ധിക്കുക, ഇവരെ വിട്ടയക്കുക. वो यीशु ने बोला, मुझे बांध लो, उन लोगों को छोड़ दो. ജീവിതത്തിന്റെ തന്റെ ശക്തിയെക്കുറിച്ചുള്ള രഹസ്യം യേശു സൂക്ഷിച്ചു വെച്ചു. वो अपने शक्ति के बारे में जो गुप्त बात है यीशु ने गुप्त में ही रख लिया. എന്നെ നിങ്ങളെയും ആത്മാവിൽ നിലനിർത്തുന്ന ഒരു ശക്തിയുടെ രഹസ്യമുണ്ട്. वो मुझको और आपको आत्मा में खड़े करने वाला एक शक्ति का एक बात है. നാം പ്രാപിച്ച എല്ലാ നന്മകളെയും പിന്നിൽ ഒരു രഹസ്യമുണ്ട്. हमने प्राप्त किया हुआ सारे आशीष के पीछे एक गुप्त बात है. എന്നെയും നിങ്ങളെയും ഈ പരുവത്തിൽ എത്തിച്ചേർത്ത ദൈവങ്ങളുടെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. वो मुझको और आपको इस जगह पर लेकर आया, उसके पीछे एक काम है. ആ ആത്മീക രഹസ്യം ഹൃദയത്തിൽ സൂക്ഷിക്കണം. वो आत्मिक बातों को हम गुप्त में रखना है. ജീവിതത്തിന്റെ ഇത്തരം ഒരു രഹസ്യത്തിന്റെ പുതിയൊരു തലത്തിലേക്ക് വന്ന് നമുക്ക് നിർത്താം. हमारे जिंदगी के ऐसे एक गुप्त बात के दूसरे एक तरफ पर आकर हम बंद करेंगे. യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. यीशु मसीह को 12 चेले थे. അവർ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേർ. चुनाव हुआ 12 लोग. അവരെ കൂടാതെ 70 പേരുണ്ടായിരുന്നു യേശുവിന് ശിഷ്യന്മാർ. उसके अलावा 70 लोग और भी थे. ഈ 70-ൽ 12 തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. इस 70 में से 12 लोग जो चुनाव हुआ लोग हैं. ഈ 12 ശിഷ്യന്മാരിൽ ആരായിരുന്നു അല്പം കഴിവുള്ള ഒരാൾ? इस 12 में से कौन थे थोड़ा सामर्थ्य वाला? ആരായിരുന്നു ഒരു ഉത്തമ ശിഷ്യൻ? ये कौन थे एक अच्छा चेला? ഈ കൂട്ടത്തിൽ ആരെയാണ് നിങ്ങൾ ഏറ്റവും വിലമതിക്കുന്നത്? इसमें से 12 में से तुम लोग किसको ज्यादा इंपॉर्टेंट देते हैं? ആ ശിഷ്യന്മാരിൽ ഒരാളെ ഇവിടെ പാസ്റ്ററാക്കി വിടാം എന്ന് കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ ആര് വേണമെന്ന് പറയും? उसमें से एक को पास्टर बनकर यहाँ पर भेज देंगे बोले तो आप लोग किसका नाम बोलोगे? ഭൂരിപക്ഷം പേര് പത്രോസിനെ ആവശ്യപ്പെടും. പക്ഷെ അല്പം കഴിയും പറയും, ഈ മനുഷ്യൻ കാര്യത്തോടെടുക്കുമ്പോൾ ഞാൻ അവനെ. चाहिए बोलेंगे, लेकिन काम की तरफ आए तो वो बोलेंगे मैं इसको नहीं जानते हैं. യോഹന്നാന്റെ അന്നത്തെ കാലത്ത് അവൻ വന്നിരുന്നെങ്കിൽ തീരെ യൗവനക്കാരനാണ്, ചെറുപ്പക്കാരനാ വേണ്ട. युगना आए तो बोलेंगे वो जवान है, ये नहीं चाहिए. ചുരുക്കി പറഞ്ഞാൽ യേശുവിന്റെ ശിഷ്യന്മാർ
അന്ന് വന്ന ആളുകൾ ആരും പേഴ്സണലി കഴിവുള്ളവരായിരുന്നില്ല. और उस दिन आया हुआ किसी भी व्यक्ति कोई ताकत वाला ऐसे शक्ति वाला नहीं था. കഴിവല്ല അത്യന്താപേക്ഷിതമായിട്ടുള്ളത്, സമർപ്പണമാണ് അത്യന്താപേക്ഷിതം. हमारा सामर्थ्य नहीं है, हमारा समर्पण है हमको चाहिए. ഞാൻ എത്രമാത്രം കഴിവുള്ളവനാണെന്നതിനേക്കാൾ ദൈവം വിലമതിക്കുന്നത് എത്ര സമർപ്പണമുള്ളവനാണ്. मैं जितना शक्तिशाली इससे नहीं है, मैं कितना जितना समर्पण है ये प्रभु देखते हैं. എത്രമാത്രം ഈ പ്രവർത്തനത്തോടെ എനിക്ക് ഉപയുക്തമാകും വിധം, എനിക്ക് ഫിറ്റാകും വിധം, യോഗ്യമാകും വിധം നീ എനിക്കൊപ്പം വരുമോ, അതാണ് ശിഷ്യത്വം. जैसे प्रभु चाहते हैं उसी के अनुसार जो प्रभु के साथ जो चलने के लिए तैयार है वही असली एक चला की. ഒരു യഥാർത്ഥ ശിഷ്യൻ ഗുരുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെ ബലി കഴിക്കും. वो एक असली चेला अपने गुरु के लिए अपने सारे स्वभाव को छोड़ देते हैं. സ്വന്തം ഗുരുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം ഭക്ഷണത്തെ വേണ്ടെന്ന് വെക്കും. गुरु की इच्छा के लिए खुद का खाना को छोड़ देते हैं. ഗുരുവിന്റെ മനസ്സിന്റെ സുഖം സ്വന്തം മനസുഖം പിടിഞ്ഞും അത് സൂക്ഷിച്ചു വെക്കും. गुरु के मन की खुशी को अपने मन में वो रख लेते हैं. അവന്റെ മനസ്സ് മുഴുവൻ ഗുരുവാണ്. ये मन में पूरे गुरु है. ഗുരുവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ, गुरु को देने के लिए सबसे बड़ा जो दान जो है, എന്റെ ജീവിതം കൊണ്ട് ഞാൻ ഗുരുവിന്റെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കും ഞാൻ ആരാണെന്ന്. मेरे जिंदगी से मेरे गुरु के सामने दिखाएंगे मैं कौन है. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളെ ത്യജിക്കാം ഈ ഗുരുവിന് വേണ്ടി. हमारी गुरु के लिए हमारी इच्छाओं को हम त्याग दे. ആ ഗുരുവിന്റെ ഇഷ്ടം കണ്ടുപിടിച്ച് അത് ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. हमारी गुरु को इच्छा को देकर वो सीखने के लिए मुझे मदद करे ऐसे प्रार्थना ഈ करेंगे. ഗുരുവിന്റെ ഇഷ്ടത്തോട് പൊരുത്തപ്പെടാം. गुरु की इच्छा के साथ हम मिलाए. ഈ ഗുരുവിനോട് വിധേയപ്പെടാം. गुरु के साथ हम नम्रता है. ഗുരു ഇതൊക്കെ തന്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിച്ചു. ये सारे बातें गुरु अपने चेले लोगों को सिखाया. ഈ വഴികളൊക്കെ ഉപദേശിച്ചു. ये सारे उन लोगों को सिखाया. പക്ഷെ എന്തായിരുന്നു റിസൾട്ട്? क्या है जवाब? നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുന്നു. यीशु सूली पर चली गया. യേശു ക്രൂശിക്കപ്പെടുന്ന വേളയിൽ ഈ ശിഷ്യന്മാരാരും ഒരു സഹായമായിട്ട് എത്തുന്നില്ല. यीशु मसीह को सूली पर चढ़ाया तब कोई भी चेले यीशु मसीह के पास नहीं है. ഇത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു ഗുരുവിനെ ഓർമ്മ വരുന്നു. उसी समय मेरे को एक दूसरे गुरु के बारे में याद आ रहा है. അത് ഗ്രീസിലെ സോക്രട്ടീസ് ആയിരുന്നു. वो ग्रीस में जो सोक्रेटिस है, സോക്രട്ടീസിന് പ്ലേറ്റോ എന്നൊരു ശിഷ്യനുണ്ടായിരുന്നു. वो उसको प्लेटो नामक एक चेले थे. സോക്രട്ടീസിനെ ഏതൻസിലെ കോടതി വിധിച്ചു വിഷം കുടിച്ചു മരിക്കാൻ. सोक्रेटिस को एथेंस के जो जज ने न्याय किया उसको जहर पिलाकर मरने के लिए. സോക്രട്ടീസിന്റെ പ്രസംഗവും പഠിപ്പിക്കലും ആ രാജാവിനെതിരായി മാറിയതാണ് ഈ ശിക്ഷയ്ക്ക് കാരണം. उसने उस राजा के खिलाफ उसने प्रचार करने लगा. ഇത് കേട്ട് വിചാരണ കോടതിയിൽ വെച്ച് ജഡ്ജി പറഞ്ഞു, നീ വിഷം കുടിച്ചു മരിക്കണം. जज ने ऐसे बोला तू जहर खाकर मरना है. രക്ഷപ്പെടാൻ ഒരു വഴി വെച്ചു കൊടുത്തു. നീ 500 സ്വർണ്ണ നാണയം ഒന്നിച്ചടച്ചാൽ ഈ ശിക്ഷ ഇളവ് തരാം. तू 500 सोने की जो सिक्के तू खाए तो इस सजा से मैं तुझे आजाद करूंगा. ഇത് കേട്ട് സമചിത്തനായി ചിരിച്ചുകൊണ്ട് സോക്രട്ടീസ് പറഞ്ഞു, 500 നാണയം ഞാൻ ഇതുവരെ ഒന്നിച്ചു കണ്ടിട്ടില്ല. उसने ऐसे बोले, सोक्रेटिस ने बोला अभी तक मैं 500 सोने के सिक्के मैंने अभी तक नहीं देखा. ഇത്രയും അങ്ങനെ സംഘടിപ്പിച്ചാൽ തന്നെ എന്റെ ജീവനെ നീ രക്ഷിച്ച് പുറത്തു വിടുമ്പോൾ മറ്റൊരു കാരണത്താൽ ഞാൻ മരിച്ചുകൂടുന്നില്ലല്ലോ. അതുകൊണ്ട് इतना कर कर तूने मेरे जान को बचाएंगे जो तो मैं और कोई कारण से मैं मर जाएंगे. അതുകൊണ്ട് എന്റെ പ്രാണന്റെ വില 500 സ്വർണ്ണ നാണയമല്ല. वैसे मेरी प्राण की जो कीमत 500 सोने की सिक्का नहीं है. പക്ഷെ ഇത് കേട്ട് കോടതി മുറിക്കകത്തുനിന്ന് ഒരാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്റെ ഗുരുവിനെ കൊല്ലരുത്, ഞാൻ 300 നാണയം ഇപ്പോൾ തരാം, 200 നാണയം സംഘടിപ്പിച്ചു കൊണ്ടുവരും വരെ ഈ വധശിക്ഷ ഒഴിവാക്കണം. उसी समय दूसरे को बंदा उसके चेले जो है वो सुनकर ये बोला, अभी मेरे हाथ में 300 सोने की सिक्का है, अभी मैं देंगे, वापस में दोनों 200 सोने के सिक्के बाद में लेकर आएंगे, तब तक उसकी जो सजा थोड़ा कम करना है. അത് എന്റെ അരിമ ശിഷ്യനായ പ്ലേറ്റോ ആയിരുന്നു. उसकी जो चेला प्लेटो ने ये बात बोला. സോക്രട്ടീസ് ആവർത്തിച്ചു, പ്ലേറ്റോ നീ പണം കൊടുത്ത് എന്റെ ജീവനെ തിരിച്ചു വാങ്ങുമ്പോൾ മറ്റൊരു രോഗത്താലോ ആക്രമണത്താലോ പ്രകൃതി ക്ഷോഭത്താലോ ഞാൻ മരിച്ചുകൂടുന്നില്ല. അതുകൊണ്ട് प्लेटो से बोला, यदि तूने पैसा लेकर मेरे प्राण को बचाएंगे लेकिन दूसरी जगह पर कोई बीमारी आकर दूसरे कई तरीका से मेरी जान चले जाएंगे. സോക്രട്ടീസ് ശാന്തനായി മരിക്കട്ടെ. सोक्रेटिस शांत होकर मरने दो. സോക്രട്ടീസ് മരിച്ചു. सोक्रेटिस मर गया. പക്ഷെ മരിക്കുമ്പോൾ ഒരു ചാരിതാർത്ഥ്യം, वो मरते समय एक बात, എന്നെ സ്നേഹിക്കുന്ന ചിലരെങ്കിലും ഇവിടെ ഉണ്ട്. मुझे प्यार करने वाला कोई लोग हैं. എന്റെ പ്രാണന് വേണ്ടി കരുതുന്ന ഒരു ശിഷ്യൻ എനിക്കുണ്ട്. मेरे प्राण के बारे में सोचने वाले के चेला है. എന്നെ സ്നേഹിക്കുന്ന ഒരു ശിഷ്യനുണ്ട്. मुझे प्यार करने वाले के चेला मेरे पीछे है. എന്റെ പ്രാണന് വേണ്ടി തന്റെ സമ്പത്ത് കരുതി വെച്ചൊരു ശിഷ്യനുണ്ട്. मेरे प्राण के लिए अपना धन को इकट्ठा किया हुआ एक चेला है. എത്ര ചാരിതാർത്ഥ്യമാണ് മരണത്തിന്. मरते समय कितना दृढ़ विश्वास है. പക്ഷെ ഞാൻ മറ്റൊരു ഗുരുവിനെ കാണിക്കാം. हम दूसरे के गुरु को दिखाएंगे. അതിശ്രേഷ്ഠ ഗുരു बहुत श्रेष्ठ है നമ്മുടെ കർത്താവ്. यीशु मसीह. അവൻ കാൽവരിയിൽ പിടഞ്ഞു
മറിഞ്ഞു വീണ് മരിക്കുക. वो कालवरी पर मर गया। ആ ഘട്ടത്തിൽ യേശു ചോദിക്കാണ്, വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ലതായി. यीशु बोल रहा है, मैं किसी को दया आएगा मैं देखते रहा, लेकिन किसी पर वो दया नहीं आया। അല്ലയോ സോക്രട്ടീസ്, അങ്ങയുടെ അന്ത്യനിമിഷത്തിൽ താങ്കൾക്കൊരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. അല്ലയോ ക്രിസ്തു, അങ്ങയുടെ മരണത്തിന്റെ മുമ്പിൽ ഇതുപോലൊരു ശിഷ്യനെ അങ്ങേക്ക് കിട്ടിയില്ല. सोक्रेटिस को उसकी मौत का समय पर उसकी प्राण के लिए इंतजाम करने वाला एक चेले को मिला, लेकिन यीशु मसीह को अपने मौत के समय पर ऐसे एक चेला को नहीं मिला। ഓ പത്രോസ്, അത്ഭുതം കണ്ടിട്ട് എന്ത് കാര്യം? അപ്പം ഭക്ഷിച്ചിട്ട് എന്ത് കാര്യം? കടൽ മീതെ നടന്നിട്ട് എന്ത് കാര്യം? കാര്യത്തോടടുത്തപ്പോൾ നീ യേശുവിനൊപ്പമില്ല. हे पत्रोस, तू कितना चमत्कार देखा, कितना यीशु के साथ चलकर खाना खाया, समुद्र पर चला, लेकिन बात के सामने आया तेरे के अंदर कोई विश्वास नहीं था। 12 ശിഷ്യന്മാരും അടിപതറി തകർന്ന് പല വഴിക്ക് പലായനം ചെയ്തപ്പോൾ യേശു വേഗനായി ക്രൂശിൽ മരിക്കുകയാണ്. 12 चेले लोग जिधर भीतर होकर चले गया, उसी समय यीशु मसीह अकेले सूली पर अपना दर्द सह लिया। ഈ മഹാഗുരു മരിച്ചിരിക്കുന്നു. इस महागुरु मर गया। നീ യഥാർത്ഥ ശിഷ്യനെങ്കിൽ अब एक असली चेला है तो ഈ ഗുരുവിന് നിന്റെ സാന്നിധ്യം വേണ്ടത് 5 അപ്പം 5000 കൊടുക്കുമ്പോഴല്ല. परमेश्वर की आपकी उपस्थिति अब तब नहीं है जो 5 रोटी से 5000 लोगों को जो खिलाते समय, കടലിൽ മീതെ നടക്കുമ്പോഴല്ല, पानी के ऊपर चलते समय नहीं, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുമ്പോഴല്ല, कोई की बीमारी को चंगाई करते समय नहीं, ഞാൻ പിറവിക്കുടനെ സുഖപ്പെടുത്തുമ്പോഴല്ല, जन्म से अंधे को चंगाई करते समय नहीं, രക്തസ്രവക്കാരിയെ രക്ഷിക്കുമ്പോഴല്ല, खून की बीमारी वाले को चंगाई करते समय नहीं। നിന്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ക്രൂശിൽ പിടയുമ്പോഴാണ്. तेरी उपस्थिति में तब चलता है जब मैं सूली पर मरते समय, ഈ മരിക്കുന്ന വേളയിലാണ് നീ എന്റെ അരികിൽ വേണ്ടത്. जब मैं मरते समय तू मेरे साथ होना है। ഇവരരികിലില്ല. कोई नहीं है। പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നുവോ आप समझ लेते हैं ശിഷ്യത്വത്തിന്റെ വില? वो चेले की कीमत। പക്ഷേ ഞാൻ മറ്റൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. मैं एक दूसरी बात बोलना चाहता हूँ। മരിച്ച യേശുവിന്റെ ശരീരം 6 മണി നേരം മുതൽ 9 മണി നേരം വരെ കനത്ത ഇരുട്ടത്ത് കിടന്നു. കാരണം അപ്പോൾ ഇരുട്ടായിരുന്നു പകൽ. यीशु मसीह का शरीर 6 पहर से लेकर 9 पहर तक अंधेरे में पड़े थे। ഇരുട്ട് നമ്മുടെ വേദന വർദ്ധിപ്പിക്കുന്ന സമയമാണ്. अंधेरे हमारे दर्द को बढ़ाते थे। കാല് തട്ടി ഒരു നേരിയ മുറിവ് കാലിലുണ്ടായി. हम समझ लो हम चलते समय पैर कहीं ठोकर मारा, चोट पहुंच गया। ഒരു കുഴപ്പമില്ല, നമ്മൾ അതൊക്കെ വെച്ച് കെട്ടി. പക്ഷെ രാത്രി ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഉണർന്നു, വേദന അസഹനീയം. आपने ऐसे कुछ पट्टी बांध लिया, सोने लगा, आधी रात में आपको बहुत ज्यादा आपको दर्द बहुत ज्यादा हो रहा है। കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നിലത്ത് വീണു, പ്രശ്നമില്ല. രാത്രിയാകുമ്പോൾ വേദന കൊണ്ട് അവർ പുളയുന്നു, എഴുന്നേൽക്കുന്നു. सुबह बच्चे गिर जाते हैं, लेकिन रात को दर्द से उठ जाते हैं। വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ടവർ, തലയിൽ മുൾക്കിരീടം വെച്ചവൻ, പകൽ പട്ടാപ്പകൽ രാത്രി വന്നപ്പോൾ അവന്റെ വേദന ഇരട്ടിച്ചു. जो सिर पर कांटे की मुकुट रखा हुआ और शरीर को मारा गया परमेश्वर, अंधेरे में उसके दर्द बढ़ गया। അവൻ ക്രൂസിൽ കിടന്ന് പിടയാൻ തുടങ്ങി. सूली पर वो कांपने लगा। ഇപ്പോഴവന്റെ ശിഷ്യന്റെ സാന്നിധ്യം ആവശ്യമുണ്ട്. उसी समय की चेले की उपस्थिति वो चाहता है। പക്ഷെ ഒരു ശിഷ്യനും അവിടെ വന്നില്ല. कोई चेला साथ नहीं आया। അവൻ പിടഞ്ഞു മരിച്ചു. कब कब कर मर गया। ആ കിടപ്പേശു കിടന്നിരുന്നെങ്കിൽ ऐसे इसी लेटे रहे तो ആ ശവശരീരം അവിടെ കാക്ക കൊത്തിപ്പറിക്കും, കഴുകൻ കൊത്തിപ്പറിക്കും. वो लाश को कौवे खाएंगे, उकाबे खा लेंगे। അവരുടെ നാട്ടുനടപ്പനുസരിച്ച് ക്രൂശിൽ മരിച്ചവന്റെ ശവശരീരം നിലത്തിറക്കില്ല. वहाँ की रीति ऐसा है, जो सूली पर जिसको मारा जाता है उसके लाश को नीचे नहीं डालते हैं। അത് ക്രൂശിൽ തന്നെ കരിഞ്ഞുണങ്ങി തകർന്ന് അവിടെ കിടക്കണം. सूली पर ही सूखना है। അത് കാക്കകൾക്ക് ഭക്ഷിക്കാം. कौवों को खाना है। പെരുവഴി ഓരത്താണ് ക്രൂശിക്കുന്നത്. बड़ा सड़क में वो सूली खड़ा करते हैं। കടന്നു പോകുന്നവരൊക്കെ പരിഹസിക്കും, കൂവി വിളിക്കും. जो लोग इस रास्ते पे जाते हैं उसको ठट्ठा करते हैं। ഇങ്ങനെയായിരുന്നു യേശുവിന്റെ അന്ത്യനിമിഷങ്ങളെങ്കിൽ ऐसे हैं यीशु के अंतिम समय है तो അതെത്ര ശോചനീയമാകുമായിരുന്നു. कितना मुश्किल की बात है। പക്ഷെ അങ്ങനെ പിതാവ് സമ്മതിക്കില്ല. पिता ऐसे अनुमति नहीं देते हैं। കാരണം ഒരു തിരുവെടുത്തുള്ളൂ തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കയില്ല. वचन में ऐसे लिखा है, अपने पवित्र को नष्ट होने नहीं देगा। അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരുടെ കൂടെ ആയിരിക്കും. ओ उसके मौत में वो धनी लोगों के साथ होंगे। അതുകൊണ്ട് ഈ മരണമല്ല സംഭവിക്കേണ്ടത്. इसलिए ऐसे मौत नहीं होना। യേശു മരിച്ചു. यीशु मारा गया। അന്ന് രാത്രി उसी रात 2 ആളുകൾ പീലാത്തോസിന്റെ മന്ദിരത്തിൽ ചെന്നു. 2 लोग पिलातोस के सामने चले गए। അവർ ചെന്നിട്ട് പറയുക, ഞങ്ങൾക്ക് ഈ ശവശരീരം ക്രൂശിൽ നിന്ന് ഇറക്കാൻ അനുമതി തരണം. हमको ये लाश को सूली से नीचे उतारने के लिए अनुमति चाहिए। ഒരു നാട്ടു നടപ്പുണ്ട്, ഈ ക്രൂശിതന്റെ ശരീരം നിലത്തിറക്കാൻ പാടില്ല, ഒരു നിയമവിരുദ്ധം. वहाँ पर एक रीति रिवाज है, जो सूली पर मारा जाता है उसके लाश नीचे नहीं करना वहाँ की रीति है। ഈ നാട്ടു നടപ്പ് ഇങ്ങനായിട്ടും 2 ആളുകൾ നിയമം ലംഘിച്ചൊരു ചോദ്യം ചോദിക്കുക, ഞങ്ങൾക്ക് ഇവനെ താഴെ ഇറക്കാൻ അനുമതി തരണം. ऐसे आगे ऐसे होते हुए
लिए 2 लोग जाकर बोल रहा है इस लाश को नीचे रखने के लिए हमको अनुमति चाहिए। ഞങ്ങൾ ഈ ശരീരം തോർത്തി തോർത്തി വൃത്തിയാക്കും. ഞങ്ങൾ ഈ ശരീരത്തിൽ 100 മകിലും കൊണ്ടുള്ള കൂട്ടുപൂശും. ഞങ്ങൾ ഇവനെ ഒരു വിലപിടിപ്പുള്ള ഒരു കല്ലറയ്ക്കുള്ളിൽ വെക്കും. हमने ये शरीर को साफ करेंगे, उसमें बहुमूल्य सुगंध डालेंगे, उसको एक अच्छा कब्र में रखा जाएंगे। അന്ത്യശുശ്രൂഷ ചെയ്യാൻ എന്നെ അനുവദിക്കണം. अंतिम सेवा करने के लिए मुझको मौका दे। ഇത് ചോദിച്ചത് ജന്മം കൊടുത്ത മറിയല്ല, ये बात जिसने जन्म दिया मरिया नहीं पूछा, വളർത്തച്ഛൻ യോസഫല്ല, पाला हुआ यूसुफ नहीं, യേശുവിന്റെ സഹോദരങ്ങളല്ല, यीशु का भाई लोग नहीं, യേശുവിന്റെ പക്കൽ നിന്ന് അപ്പം പുരിച്ച 5000 പേരല്ല, यीशु के साथ बैठ कर खाना खाइए 5000 लोग भी नहीं, അവൻ കടൽ മീതെ നടന്നപ്പോൾ കൈയടിച്ച ജനാവലിയല്ല, समुद्र के ऊपर से चलते समय ताली बजाया हुआ कोई भी नहीं, പെരുത്ത മീൻകൂട്ടം വാരിയെടുത്ത പത്രോസല്ല, बहुत ज्यादा मछली को इकट्ठा किया पत्रोस भी नहीं, ഓരം ചാടിയിരുന്ന യോഹന്നാനല്ല, तो प्रभु की सीना पर लगाया हुआ यूहन्ना भी नहीं। ഇവരൊക്കെ മാറി നിന്നപ്പോൾ 2 ആളുകൾ അവിടെ എത്തി. उन लोग सारे दूर किए हुए समय, दूर होते समय 2 लोग वहां पर आ गया। ഞങ്ങൾക്ക് ഇവനെ വേണം, हमको इसको चाहिए, ഞങ്ങൾക്ക് ഈ ശരീരം വേണം, हमको चाहिए इसको, ഞങ്ങൾ ഇത് കൊണ്ടുപോകാൻ വന്നതാ, हम इसको ले जाने के लिए आया, ഞങ്ങൾ അത് ക്രൂശിൽ നിന്നിറക്കും, हम इसको कुर्सी से नीचे उतारेंगे, ഞങ്ങൾ അതിൽ സുഗന്ധ ലേപനങ്ങൾ പൂശും, हम उसको सुगंध वस्तु डालेंगे, ഞങ്ങൾ അവനെ കല്ലറയിൽ വെക്കും. हम उसको कब्र में रखेंगे। നിങ്ങൾ ഇതിൽ ആരാകാൻ ഇഷ്ടപ്പെടുന്നു? हम इसमें से कौन बनने के लिए चाहते നമുക്ക് हैं? പറയാം, ഞങ്ങൾ അപ്പം ഭുജിക്കാനല്ല വന്നത്, हमको बोल से बोलेंगे हम खाना खाने के लिए नहीं आया, കടൽ മീതെ നടക്കാനല്ല വന്നത്, वो समुद्र पर चलने के लिए नहीं आया, ഞങ്ങൾ അത്ഭുതങ്ങൾ കാണാനല്ല വന്നത്, वो चमत्कार देखने के लिए नहीं आया, ഞങ്ങൾക്ക് ഇവനെ വേണം. हमको इसको चाहिए। യൂദ 30 വെള്ളി നാണയം വിലയിട്ട यूदा ने 30 सिक्का हमें कीमत डाला, പത്രോസ് തള്ളിപ്പറഞ്ഞ तो पत्रोस ने इंकार किया, ശിഷ്യന്മാരും അടുക്കാത്ത कोई चेले को पास नहीं ഈ आया, ശരീരം ഞങ്ങൾ കൊണ്ടുപോകും. इस चेला हमको चाहिए। ആരാണ് ഈ 2 പേർ? ये कौन है ये 2 लोग? ഒന്ന് അരിമത്യക്കാരൻ യോസേഫ്, एक अरिमथी के यूसुफ, മറ്റൊന്ന് നിക്കോദിമോസ്. दूसरे का निकोदिमुस। ഇവർ 70 ശിഷ്യഗണങ്ങളിലില്ല, ये चेलों की किस लिस्ट में नहीं है, ഇവർ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരിലില്ല. चुना हुआ 12 लोगों में भी नहीं है, അവർ രഹസ്യ ശിഷ്യന്മാരായിരുന്നു. वो लोग गुप्त चेले लोग थे। രാത്രിയുടെ യാമങ്ങൾ അവർ യേശുവിന്റെ അരികിൽ എത്തിയിട്ടുണ്ട്. रात्रि के समय यीशु के पास उन लोग पहुंच गया होगा, മറ്റു തിരക്കുകളൊക്കെ ഒഴിയുമ്പോൾ അവർ യേശുവിന്റെ പാദാന്തികത്തിലാണ്. उन लोग सारे काम छोड़ के यीशु के पास आ गए। തിരക്കുകൾക്കിടയിൽ ഇടിച്ചു നിൽക്കുന്ന പ്രസിദ്ധനേക്കാൾ രഹസ്യത്തിൽ അവന്റെ അരികിൽ എത്തുന്ന നിക്കോദിമോസേ, നിനക്കൊപ്പം വില നൽകുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. हम बड़ा हालेलुया बीसी में होते समय नहीं, ये बीसी के बीच में ही प्रभु के पास आकर अरे गुप्त में प्रभु से बात करने वालों को प्रभु चाहते हैं। നീ വീണ്ടും ജനിക്കണമെന്ന് യേശു പണ്ട് ഇവനോട് പറഞ്ഞു വിട്ടതാ. वो निकोदेमुस से प्रभु ने पहले कहा तू नया सिरे से जन्म लेना है। അന്ന് അവന് കാര്യമായി പ്രതികരിക്കാൻ സാധിച്ചില്ല. उस समय ये निकोदेमुस सैतान से बदला नहीं दे पाया। അന്ന് അവൻ ചോദിച്ചത്, എങ്ങനെയാണ് ഗുരു? उस दिन वो पूछा ये कैसे हो सकता നീ है? വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. यीशु ने बोले पानी से वो आत्मा से जन्म लेना है। അത് കേട്ട നിക്കോദിമോസിനെ കുറിച്ച് പിന്നെ കഥകളൊന്നും ബൈബിളിൽ ഇല്ല. उसके बाद निकोदेमुस के बारे में बाइबल में कोई कहानी नहीं है, പക്ഷെ ഇന്ന് അവൻ പീലാത്തോസിന്റെ അരികിലെത്തി. लेकिन आज वो पिलातुस के पास पहुंच गया। പണ്ട് യേശു പറഞ്ഞ വാക്കിന് അവൻ മറുപടി പൂരിപ്പിക്കുക. बोले पहले यीशु ने बोला हुआ बात की जवाब दे रहा है। ഓരോ കാലങ്ങൾക്കപ്പുറത്ത് ഒരു രാത്രി ഞാൻ നിന്റെ അരികിൽ വന്നു, അന്ന് നീ എന്നോട് പറഞ്ഞു വീണ്ടും ജനിക്കണം. लेकिन रात के समय में तेरे पास आया, तूने मुझको बताया तू नया सिरे से जन्म लेना है। ഗുരു, ഇന്ന് ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. ओ गुरु आज मैं नया सिरे से जन्म लिया है। ഏത് പ്രതിസന്ധിയും പതറാതെ ഞാൻ നിനക്കൊപ്പം നിൽക്കും. ओ किसी भी समस्या में मैं पीछे नहीं हटूंगा, मैं तेरे लिए खड़ूंगा। ഉലകം മൊത്തം എതിർത്താലും ഈ ശരീരം ഞാൻ ക്രൂശിൽ നിന്നിറക്കും. सारे लोग मेरे खिलाफ हो जाए, ये शरीर सूली से मैं नीचे उतारूंगा। ഉലകം മൊത്തം എതിരാകുമ്പോഴും ഞാൻ നിനക്കൊപ്പം നിൽക്കും. सब लोग मेरे खिलाफ हो जाए, मैं तेरे लिए खड़े रहूंगा। അത്ഭുതം ചെയ്ത നിന്നെക്കാൾ, वो चमत्कार किया तेरे से, കടലിൽ മീതെ നടന്ന നിന്നെക്കാൾ चमत्कार किया समुद्र से चला हुआ तेरे से, ഞാൻ വിലമതിക്കുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. मैं कीमत लेकर सूली पर का मरा हुआ यीशु को। ഇതറിഞ്ഞ പൗലോസ് പറയുക, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. पौलुस कहता है सिर्फ मेरे प्रशंसा है, मेरे लिए सूली पर मरा हुआ प्रभु यीशु मसीह पर ഓ, है। ക്രൂശ് എന്റെ പ്രശംസയാണ്. सूली मेरा प्रशंसा है, ക്രൂശിലെ രക്തം എന്റെ ജയമാണ്. वो सूली का वो लहू मेरा विजय है, ക്രൂശിലെ രക്തം എന്റെ ശക്തിയാണ്. वो क्रूस की लहू मेरा शक्ति है, അതെന്റെ ധൈര്യമാണ്. मेरा ताकत है। ആ ധൈര്യമായി എന്നെ ഈ രാത്രി ഇവിടെ കൊണ്ടെത്തിയത്. छुटकारा वो धैर्य है मुझे ये रात को यहाँ पर पहुंचाया। പീലാത്തോസ് പറയുക, ചെയ്തോളൂ. पिलातुस बोले कर दो, ചോദിക്കേണ്ടവൻ ചോദിച്ചാൽ നിയമത്തെ ലംഘിച്ചും ചില വിടുതലുകൾ സംഭവിക്കും. जो पूछने वाला पूछे तो नियम को तोड़कर भी देगा। അവർ അരിമത്യക്കാരൻ യോസേഫിന്റെ കല്ലറയിൽ അവനെ വെച്ചു. अरिमथी यूसुफ की कब्र में उसको रख लिया, ആ കല്ലറയെല്ലാം അടച്ചുപൂട്ടി. वो कब्र सारे बंद कर दिया। ഇതാരാ ചെയ്തത്? किसी ने किया? ആരാ ഇവനെ കല്ലറയിൽ വെച്ചത്? किसी ने कब्र में रखा? അരിമത്യക്കാരൻ യോസേഫും നിക്കോദിമോസും. अरिमथी यूसुफ और निकोदेमुस। പത്രോസേ,
താങ്കൾ എവിടായിരുന്നു? ए पतरस तू कहाँ थे? അന്ത്രയോസ് താങ്കൾ എവിടെ? अंद्रेस तू कहाँ थे? നിങ്ങളായിരുന്നില്ല ഇത് ചെയ്യേണ്ടത്? वो तुम लोग ये काम करना था. നമ്മൾ ചിലരിൽ അലസരാകുമ്പോൾ ദൈവം വേറെ ചില എഴുന്നേൽപ്പിക്കും. हमें हालेलुया कई लोग हालेलुया आलसी हो जाते हैं, तो और किसी को खड़ा कर देंगे. സുവിശേഷം പ്രസംഗിക്കുന്ന നമ്മൾ അത് വിട്ട് മറ്റു പല വഴിക്കും പോകുമ്പോൾ ദൈവം ആരെയൊക്കെ എഴുന്നേൽപ്പിക്കും. और सुसमाचार प्रचार करने वाला हम और कई काम पे चले जाए तो और कई लोगों को खड़ा करेगा. ക്രൂശിനെ ഉയർത്തേണ്ട നമ്മൾ നമ്മെ തന്നെ ഉയർത്തുമ്പോൾ, ജഡത്തെ ഉയർത്തുമ്പോൾ ദൈവം നമ്മെ തകർക്കും. മറ്റു ചില മണ്ഡലങ്ങളും ദൈവം ചില എഴുന്നേൽപ്പിക്കും. तो हम सूर्य को उठाने की जगह पर हम और कई चीज को उठाते समय प्रभु और कई काम करेगा. ഇവർ ചെയ്തല്ലേ ഏറ്റവും ശ്രേഷ്ഠം? जो लोग जो किया सबसे बहुत बात है. ഏത് പ്രതിസന്ധിയും അതിജീവിച്ച് യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. हर समस्या को जीत कर यीशु तीसरा दिन जिंदा हो गया. ഉയർത്തെഴുന്നേറ്റ യേശു കല്ലറയ്ക്കരികിൽ ഇരിക്കുമ്പോൾ മറിയ എന്നൊരു യൗവനക്കാരി അവിടെ എത്തി. जिंदा हुआ यीशु कब्र के पास बैठते समय मरिया वहां पर पहुंच गया. അവൾ ഈ ഇരിക്കുന്ന ആളിനെ പ്രഭാതത്തിൽ ഇരുട്ടുള്ളപ്പോഴാ ചെല്ലുന്നത്. അതുകൊണ്ട് ആളിനെ കണ്ടപ്പോൾ തോന്നി തോട്ടത്തിന്റെ ഉടമ അവിടെ വന്നിരിക്കുകയാണ്. ये भोर के समय पहुंचने के कारण से अंधेरा छाया हुआ था, इसलिए उसको पहचान नहीं पाया. उसने सोचा ये माली है. ഒന്ന് ഇവളൊരു സ്ത്രീയാണ്. वो एक लड़की है. രണ്ട് ഇത് ഇരുട്ടുള്ള സമയം രാവിലെയാണ് വന്നിരിക്കുന്നത്. दूसरे अंधेरे के समय है. മൂന്ന് ഇതൊരു കല്ലറയാണ്. दूसरी बात है एक कब्र है. അതെല്ലാം ശ്മശാനമാണ് മേഖല മുഴുവൻ. जहाँ पर सारे कब्रस्तान है. ആകെ ഭീകരത തളം കെട്ടി കിടക്കുന്ന ഇടത്ത് അതിപ്രഭാതത്തിൽ ഇരുട്ടുള്ളപ്പോൾ ഒരു സ്ത്രീ എങ്ങനെ തനിച്ചെത്തി? एक डर वाले की जगह पर अकेलापन में एक औरत वहां पर आ गई. യേശുവിന്റെ ശിഷ്യന്മാർ പോലും വരാൻ ഭയക്കുന്ന ഈ സ്ഥലത്ത് ഒരു സ്ത്രീക്ക് എങ്ങനെ വരാൻ പറ്റി? यीशु मसीह के चेले लोग भी वहां पर आने के लिए डरते थे. वहां पर इस स्त्री को आने के लिए हिम्मत कैसे मिला? വരിക മാത്രമല്ല, അവർ പറയാ, യജമാനനെ നിങ്ങൾ എന്റെ യേശുവെ എവിടെ വെച്ചു പറ. उसने उनसे पूछ रहे हैं मेरे स्वामी को तुम लोग कहाँ पर रख दिया? ഞാൻ അവനെ കൊണ്ടുപോകാൻ വന്ന. हम उसको ले जाने के लिए आया. ഒരു സ്ത്രീക്ക് ഈ ശരീരം തന്നെ ചുമക്കാൻ പറ്റുമോ? एक स्त्री को अकेले ये शरीर को उठाकर ले जा सकते हैं? അനുമതി കിട്ടിയാൽ തന്നെ ഈ ശരീരം ചുമന്നവളെ ഇവിടെ കൊണ്ടുപോകാനാണ്. यदि मिल भी जाए ये शरीर को लेकर वो कहाँ पर ले जाएगा? പക്ഷെ അവളുടെ സ്നേഹം, उसका प्यार, അവളുടെ ഹൃദയത്തിൽ മുഴുവൻ ഈ നാഥൻ നിറഞ്ഞു നിന്നിരുന്നു. उसकी हृदय के अंदर वो दाद हालेलुया भरा हुआ था. ഉയർത്തെഴുന്നേറ്റ് യേശുവിന് കിട്ടിയ ആദ്യത്തെ ആരാധന ആ സ്ത്രീ നൽകിയതാ. जीवित उड़ा हुआ प्रभु को मिला हुआ सबसे पहले आराधना मरिया से मिला. ഏറ്റവും വലിയ ആരാധന, നാഥ എനിക്ക് നിന്നെ വേണം എന്ന് പ്രഖ്യാപിക്കുന്നതാണ്. सबसे पहला जो आराधना यही है, हे स्वामी मुझको तुझे चाहिए. യേശുവിന്റെ ഹൃദയം സംതൃപ്തി നിറഞ്ഞു. यीशु का दिल खुश हो गया. യേശു പറയാണ്, മറിയെ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കരുത്. यीशु मरिया से पूछा जिंदा रहता है उसको मरे हुए में क्यों ढूंढते हो? ആ മറിയ ഒരു ശിഷ്യയല്ല യേശുവിന്റെ. मरिया यीशु मसीह का एक सहेली नहीं थी. അവൾ 12 ശിഷ്യഗണങ്ങളിൽ ഒരാളല്ലല്ലോ. ये 12 में से एक नहीं थी. അവൾ അത്ഭുത അടയാളവും വീര്യപ്രവൃത്തിയും ചെയ്ത ആളല്ലല്ലോ. वो कोई चमत्कार कुछ नहीं किए थे. അവൾ സുവിശേഷം എഴുതിയിട്ടുണ്ടോ? वो कोई पत्री नहीं लिखा. അവൾ ലേഖനം എഴുതിയിട്ടില്ല. ना वो सुसमाचार लिखा है ना पत्री लिखा है. അവൾ ലേഡീസ് ഫെലോഷിപ്പിന്റെ സെക്രട്ടറി അല്ല. वो लेडीज मीटिंग का कोई सेक्रेटरी नहीं था. അവൾ അറിയപ്പെടുന്ന പ്രസംഗയല്ല. जानने वाले के प्रधारक नहीं थे. അവൾ വേദി തോറും സാക്ഷി പറഞ്ഞ് നടക്കല്ല. सारे स्टेज में गवाही नहीं देते थे. പക്ഷെ അവൾ ഒരു കാര്യം തീരുമാനിച്ചുറച്ചു. वो एक बात वो निर्णय लिया, എനിക്ക് നിന്നെ വേണം. मुझको आपको चाहिए. ഇത് കേട്ട് യേശുവിന്റെ ഹൃദയം നിറഞ്ഞു. ये सुनकर यीशु का दिल भर गया. ഇതെന്താണ് ഇവർ ചോദിക്കുന്ന അറിയണ്ടേ? ये क्या पूछ रहे हैं? പത്രോസ് തള്ളിക്കളഞ്ഞ, पत्रोस ने जो इनकार किया, യൂദ 30 വെള്ളി നാണയം വിലയിട്ട, यूदास 30 सिक्का के लिए कीमत रखा हुआ, തോമസ് സ്ലീഹ സംശയിക്കാൻ പോകുന്ന, तोमा जो संशय डाला हुआ, ശിഷ്യന്മാർ ആശങ്കപ്പെട്ട് പതറുന്ന, चेले लोग घबरा कर भगाया हुआ, പീലാത്തോസ് ഹെരോദാവിനും ഹെരോദാവ് പീലാത്തോസിന്റെ മുമ്പിൽ എടുത്തെറിഞ്ഞ, हेरोदोस पिलातोस के लिए, पिलातोस हेरोदो के लिए जो फेंका हुआ, റോമൻ പടയാളികൾ കുത്തി നോവിച്ച, रोमा की सेना लोग मारकर चोट पहुंचाया हुआ, യഹൂദ പരീക്ഷകൾ കളിയാക്കിയ, जो यहूदा की लोग निंदा किया हुआ, ക്രൂശിലെ കള്ളൻ നിന്ദിച്ച, सूली का जो चोर निंदा किया हुआ, ഈ നിന്ദ്യമായ ശരീരം എനിക്ക് ആവശ്യമുണ്ട്. वो निंद के जो शरीर, ഈ ക്രിസ്തുവിന്റെ നിന്ദ ചുമക്കാൻ എനിക്ക് മനസ്സുണ്ട്. वो प्रभु का निंदा हाले उठाने के लिए मैं ഈ चाहता हूं. ക്രിസ്തുവിന്റെ നിന്ദ എനിക്ക് ആവശ്യമുണ്ട്. प्रभु की निंदा में चाहिए, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. वो मुझको चाहिए, मुझको. ഇതോടെ രഹസ്യ ശിഷ്യല്ലേ? इसलिए गुप्त चले. അവളും നിക്കോദിമോസും അരിമത്യക്കാരൻ യോസേഫും ചെയ്തതാണ് മറ്റ് 12 പേർ ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠം. जो बाकी 12 लोग करने से ये 3 लोग किया हुआ बात है सबसे बड़ा. ഞാൻ മനസ്സിലാക്കുന്നു ഈ രഹസ്യം എന്ന പദത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി. मैं जानता हूँ ये गुप्त जो मैंने बोला उसके मतलब आप समझ लिया. നമ്മുടെ പ്രസിദ്ധനാകാനുള്ള മനസ്സുകളെ വിട്ടുകളയാ. हमको बड़ा बनना है वो सोच हम छोड़ दे. സ്വയം പ്രകടിപ്പിക്കുന്ന അനുഭവങ്ങളെ വിട്ടുകളയാ.
वो हालेलुया अपने आप को दिखाने वाला वो सारे स्वभाव को छोड़ दे। അധികാരമോഹങ്ങളെ വിട്ടുകളയാ. सारे अधिकार में पहुंचने के लिए जो सोचे ये सारे छोड़ दे. ദൈവത്തിൽ നിന്ന് ഭൗതിക നന്മകൾ മാത്രം പ്രതീക്ഷിക്കുന്ന മാനസികാവസ്ഥ വിട്ടുകളയാ. वो प्रभु से सिर्फ आर्थिक आशीषें मांगते हैं, वो सारे लालच छोड़ दे. യേശു കർത്താവേ, എനിക്ക് വേണ്ടത് നിന്റെ ക്രൂശിന്റെ ചുവട്ട് നിൽക്കുവാനുള്ള അംഗീകാരമാണ്. प्रभु मेरे को सिर्फ ये चाहिए, तेरी सूली के किनारे पर करने के लिए मेरे को शक्ति चाहिए. നമുക്ക് യേശുവിന്റെ ക്രൂശോട് ചേർന്ന് വരാം. हम यीशु का सूली की ओर रमाए. ഈ വചനം ചിലരെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. इस वचन कई लोगों को छू रहा ഈ है. വചനം അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. इस वचन अपना काम कर रहा है. സംശുദ്ധമായ ഹൃദയങ്ങളിലേക്ക് ആത്മീയ രഹസ്യങ്ങളുടെ പുതിയ മിന്നലൊളികൾ അവൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. हालेलुया मेरे दिल में हालेलुया आत्मिक हालेलुया गुप्त बातें की कई बातें प्रभु डाल रहा है. ചില പുതിയ സമർപ്പണങ്ങൾക്ക് അവൻ നമ്മെ കരുതുകയാണ്. एक नया समर्पण की ओर प्रभु आपको ले जा रहा है. നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करें. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. सारे आंखें बंद करें. എല്ലാവരും ഏകാഗ്രപ്പെട്ടാട്ടെ. सब लोग एक साथ हो जाए. നാഥ, അങ്ങനിക്ക് തന്ന ഉപകാരങ്ങൾ വിലമതിക്കാനാവാത്തത്. प्रभु तूने दिया वो उपकार हम जितना भी हालेलुया कीमत नहीं दे सकते. അങ്ങനിക്ക് തന്ന രോഗശാന്തി വിലമതിക്കാനാവാത്തത്. आप मुझे दिया हुआ चंगाई को मैं कीमत नहीं रख सकते हैं. അങ്ങനിക്ക് തന്ന ഭവനവും പരിസരവും ഒക്കെ വിലപിടിപ്പുള്ളത്. आपने मेरे को दिया हुआ घर और जमीन उसके कीमत नहीं रख सकते हैं. പക്ഷെ ഞാൻ അവയല്ല സ്നേഹിക്കുന്നത്, ഞാൻ നിന്നെയാണ്. मैं उसको प्यार नहीं करता, मैं आपसे प्यार करता हूं. ലോകത്ത് എവിടെ പോയാലും ഞാൻ നിന്നെ ഉയർത്തിക്കൊണ്ടിരിക്കും. मैं दुनिया में कहीं पर भी चला या तुझको मुझे ऊंचा करूंगा. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോൽ. सामर्थ हाल वाला एक हल लिखत का वो पेन जैसे है. എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. मेरे लिखत मेरे राजा के लिए है. ഈ രാജാവിനെ മറക്കാൻ എനിക്കാവില്ല. इस राजा को मैं नहीं भूल सकता. ഈ രാജാവിന്റെ മഹിമയാണ് എന്റെ ശക്തി. ये राजा की महिमा मेरा ताकत है. അങ്ങ് ഉന്നതൻ ഉയർന്നിരിക്കുന്നവൻ ശാശ്വതവാസി. अब हालेलुया ऊंचा पोजीशन में रखने वाला है, शांति दाता है. അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല. आपके बराबर कोई नहीं है. പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. प्रार्थना करते समय गुप्त में प्रार्थना करने के लिए मुझे सिखा दे. ആരും അറിയാത്ത ചില മണ്ഡലങ്ങളിലേക്ക് നന്മയുടെ കരങ്ങൾ നീട്ടുവാൻ എന്നെ സഹായിക്കണം. वो कोई नहीं जानता इस जगह पर आशीष के मंडल पर मुझे ले चले. എന്റെ പക്കൽ നിന്നൊരു നന്മ കാത്തിരിക്കുന്നവർക്ക് അത് മുടക്കാൻ നീ എന്നെ ഇടയാക്കരുതേ. मेरे लिए जो आशीष जो इंतजार कर रहे और रोकने के लिए किसी को मौका न थे. കൂടുതൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. ज्यादा उपवास लेकर प्रार्थना करने के लिए मुझे मदद करे. അങ്ങയുടെ പക്കൽ നിന്ന് ഞാൻ നാളെ വാങ്ങിയതിന്റെ ബാലൻസ് ഷീറ്റിൽ എനിക്ക് കോടികൾ ചേർക്കാനല്ല ഇഷ്ടം, മറിച്ച് നീ എന്നെ സ്നേഹിച്ചു ആ സ്നേഹത്തിന്റെ കണക്കിൽ ഞാൻ അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നു. खुदा परमेश्वर ज्यादा पैसा मेरे भाग में हाल इकट्ठा करने के लिए नहीं, तेरे प्यार के लिस्ट में मैं भी आने के लिए चाहता है, वही मेरी इच्छा है. എനിക്ക് നിന്റെ ക്രൂശ് ചുമക്കണം. मेरे को तेरा क्रूस उठाना है. എനിക്ക് നിന്റെ ക്രൂശോട് ചേർത്ത് എന്നെ തന്നെ ക്രൂശിക്കണം. तेरे क्रूस के साथ मुझे भी എന്റെ സുഖം നിന്റെ ഹിതമായിരിക്കണം. वो मेरी इच्छा तेरी इच्छा होना है. അങ്ങയുടെ ഹിതം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണം. आपकी इच्छा पूरा करने के लिए मुझे सिखा दे. ഒരുവേള പ്രാർത്ഥിച്ചോട്ടെ. सब लोग प्रार्थना करें. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. सब लोग प्रार्थना करें. ഈ കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ के अंदर ഈ വചനം സ്പർശിച്ച് ഒരു നിയോഗം പോലെ ദൈവവചനത്തോട് പ്രതികരിക്കാനും സമർപ്പിക്കാനും इस वचन सुनकर वचन के अनुसार अपने जीवन को समर्पण करने के लिए अब तैयार हो जाए. ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ ഒരു പുനഃസമർപ്പണം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. वो हमारी सेवदाई के बीच में एक नया समर्पण करने के लिए मैं चाहता हूँ. എന്റെ യേശുവോട് ചേർന്ന് നടക്കാൻ ഒരു പുതുമനുഷ്യനാക്കി എന്നെ തീർക്കണമേ. मेरे यीशु के साथ चलने के लिए एक नया मनुष्य बनाए. ആർക്ക് വേണം ഒരു പുതിയ നിയോഗം അവന്റെ സന്നിധിയിൽ? किसको चाहिए एक नया एक जीवन? ഒരു പുതിയ അഭിഷേകം ആർക്ക് വേണം? एक नया अभिषेक किसको चाहिए? അങ്ങനെ ആവശ്യമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. जिसको एक नया अभिषेक चाहिए सिर्फ उन लोग हाथ उठाए. വചനം സ്പർശിച്ച നിങ്ങൾക്കായി സ്തോത്രം. वचन जिसको ऊपर कार्य किया उसके लिए मैं धन्यवाद. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. प्रार्थना आपकी जिंदगी को बदल देगा. പുതിയ ജീവിത രഹസ്യങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. एक नया जिंदगी की गुप्त बातें मुझे सिखाए. മറിയെ പോലെ കൃപയെ സൂക്ഷിക്കുവാൻ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. मरियम की जैसे दिल की बातें गुप्त में संभाल के लिए मुझे मदद करे. ആവേശം കൊണ്ട് വിളിച്ചു പറയുന്ന വാക്കുകളെക്കാൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന നൂതനമായ ദൂതുകൾ എന്റെ ഹൃദയത്തിൽ തന്നെ സഹായിക്കണമേ. वो जल्दीबाजी से बोलने वाला बातों से गुप्त बातों मेरे अंदर देखना. ഫലം കായ്ക്കുന്ന അനുഭവമാക്കി അങ്ങനെ മാറ്റണമേ. फलदायक विषय जैसे मुझे बना दे. സ്വർഗ്ഗപിതാവേ, स्वर्गीय पिता നന്ദിയോടെ സ്തോത്രം. धन्यवाद के साथ तेरे को ഈ धन्यवाद. വചനം കേട്ട അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. वचन सुना को बच्चों के लिए धन्यवाद. ഈ വചനം ജീവിതത്തിന്റെ ഉന്നത രഹസ്യങ്ങളെ പഠിക്കുവാൻ ഞങ്ങൾക്ക് കാരണമാക്കണമേ. इस वचन तेरी गुप्त बातों को सीखने के लिए मदद करे. അങ്ങയുടെ വചനത്തോട് ചേർത്ത് ഞങ്ങൾ സ്വയം പണിയുന്നു. तेरे वचन के साथ मिलाकर हमको बना रहा. അങ്ങയുടെ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ടത് എന്തുമാകട്ടെ, आपके बच्चे लोग हल मानो वो बात जो कुछ भी हो, അത് ശരീര സുഖമാകട്ടെ, वो चंगाई शारीरिक चंगाई हो, കുടുംബ തകർച്ചയെന്നുള്ള ഉദാഹരണമാകട്ടെ, परिवार की तुरने से बचाव हो, മക്കളെ ചൊല്ലിയുള്ള വ്യതയുടെ പരിഹാരമാകട്ടെ, वो बच्चों की बारह की जो सोच हो, ഭർത്താവിന്റെ മാനസാന്തരമാകട്ടെ, वो पति की मन फिरा हो, ശരീരത്തിൽ ബാധിക്കുന്ന ദുരാത്മാക്കളിൽ നിന്നുള്ള വിടുതലാകട്ടെ. शरीर में काम करने वाला हालेलुया दुष्टात्मा के बंधन से हो. അല്ല, അങ്ങയുടെ വചനം കൂടുതൽ കൂടുതൽ സാക്ഷിക്കാൻ എനിക്ക് അവസരം തരണമേ എന്ന ജാഗരണമാകട്ടെ. वो मेरे वचन जानने के लिए ज्यादा शक्ति मुझे ऐसे सोच में हो. ആകേണ്ട
വണ്ണമാകുവാനുള്ള പ്രചോദനമാകട്ടെ. वो जैसे में होना है वैसे होने के लिए एक इच्छा हो. സകലത് സംഭവിപ്പിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. वो सब कुछ हालेलुया पूरा करने वाला प्रभु के इस कृपा के लिए धन्यवाद. യേശുവിൻ നാമത്തിൽ വചനം കേട്ട അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് वो പ്രാർത്ഥിക്കുന്നു. यीशु के नाम से इस वजह से बच्चों को आशीष देकर प्रार्थना करता हूं. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. मेरी प्रार्थना सुनी से धन्यवाद. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से मांगता हूं. ആമേൻ. आमीन.